ഫെലോഷിപ്പിന് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുറച്ച് സമയമുള്ളൊരു ഫെലോഷിപ്പാണ്. 1 മണിക്കൂറോളം, ഏകദേശം 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ഫെലോഷിപ്പാണ്. അപ്പോൾ നമ്മുടെ ക്രോസ്വേ മിനിസ്ട്രിയുടെ നന്ദി അറിയിക്കുന്നു. തിരുമേനിയുടെ പേരിൽ, ഭദ്രാസന കൗൺസിലിൻ്റെ പേരിൽ ഒക്കെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഈ എല്ലാം നമ്മുടെ ഭദ്രാസന മിനിസ്ട്രി ആണല്ലോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ പരിപാടി തുടങ്ങാം, സമയം കളയുന്നില്ല. ക്രോസ്വേ മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്ത്സ് എല്ലാം വളരെ ആക്റ്റീവായിട്ട്, വൈബ്രൻ്റ് ആയിട്ട് കർത്താവിൻ്റെ വേലയിൽ പങ്കുചേരണം എന്നാണ് ഇതിൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഇതുപോലുള്ള ക്യാമ്പുകൾ, കോൺഫറൻസുകൾ നടക്കുമ്പോൾ നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാം. ദൈവം അനുവദിച്ചാൽ ഒരു ചെറിയ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പും ഒക്കെ നടത്തണമെന്ന് ഭദ്രാസന കൗൺസിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ മിഷൻ ടു സ്കൂൾസ് ആൻഡ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൗൺസിലിന്. കൗൺസിലിൻ്റെ ഓരോ ശാഖകളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് മിഷൻ ടു സ്കൂൾസ് ആൻഡ് കോളേജസ് കമ്മിറ്റി. ഇപ്പം കഴിഞ്ഞ കൗൺസിലിൽ ആ കമ്മിറ്റിയുടെ പേര് ക്രോസ്വേ മിനിസ്ട്രീസ് എന്നാക്കി. ക്രോസ്വേ മിനിസ്ട്രീസ് ബ്രാക്കറ്റിൽ മിഷൻ ടു സ്കൂൾ ആൻഡ് കോളേജസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു കൗൺസിലിൻ്റെ ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്രോസ്വേ മിനിസ്ട്രി മാറിയപ്പോൾ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു 40 പേരടങ്ങുന്ന ഒരു ലീഡർഷിപ്പ് ക്യാമ്പ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രോസസ്സുകൾ, പാതയം എന്ന് പറയുന്ന, പാതയം വായിക്കുന്ന എത്ര പേരുണ്ട്? പാതയം ഗ്രൂപ്പിൽ വായിക്കുന്ന, പാതയം എന്ന് പറയുന്ന ബൈബിൾ നോട്ട്സ് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യൂത്ത്സ് ആരുമില്ല. ഭദ്രാസന യൂത്ത്സ് ഗ്രൂപ്പിലൊക്കെ വരും, നിങ്ങൾ വായിക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പം ആ പാതയം എന്ന് പറയുന്ന ബൈബിൾ നോട്ട്സ് നിങ്ങൾ വായിക്കണം. അതായത് എല്ലാ ദിവസവും ഒരു ബൈബിൾ സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അപ്പം ഇതുവരെ പബ്ലിഷ് ചെയ്ത പാതയങ്ങളെല്ലാം ചേർത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ബ്ലോസം ക്യാമ്പ് വരുന്നുണ്ട്. ബ്ലോസം ക്യാമ്പ് അത് പത്തനാപുരം ബെഡൂർ വെച്ചാണ്. അത് മെയ് മാസം 2, 3, 4, 5 തീയതികളിലാണ് ആ ബ്ലോസം ക്യാമ്പ്. അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസ് ഭദ്രാസനമായിട്ട് ചെയ്യുമ്പോൾ ഇളമ്പൽ ജെറുസലേം പള്ളിയിലുള്ള എല്ലാ യൂത്ത്സും ഇതിനകത്ത് പങ്കുചേരണം. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ടീമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. എന്നെ അറിയിച്ചാൽ മതി, നമുക്ക് ഒരു വലിയ ടീമൊക്കെ സെറ്റ് ചെയ്യാം. സച്ചിനൊക്കെ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രകടനമാണ് നമ്മുടെ ഈ ഒരു യൂത്ത് മിനിസ്ട്രിയാണ്. നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് പങ്കുചേരണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. നിങ്ങൾ സെൻട്രൽ ലേഡീസ് സെക്രട്ടറി അല്ലേ? സെൻട്രൽ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ക്യാമ്പിനുണ്ടായിരുന്നില്ല അല്ലയോ? ഓക്കെ, അന്ന് ക്യാമ്പിന് എത്ര പേരുണ്ടായിരുന്നു? അന്ന് വന്നവർ എത്ര പേരുണ്ട് ഈ പള്ളിയിൽ നിന്ന്? 2 പേരെ ഉണ്ടായിരുന്നു. 3 പേര്. സെൻട്രൽ ക്യാമ്പിന് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഓർപ്പിക്കുക. അപ്പം ബ്ലോസം ക്യാമ്പിന് പറ്റുമെങ്കിൽ, ബ്ലോസം ക്യാമ്പ് ഗേൾസിന് മാത്രമേ ഉള്ളൂ, ടീൻസ് ഗേൾസിന് മാത്രമേ ഉള്ളൂ ബ്ലോസം ക്യാമ്പ്. പറ്റുമെങ്കിൽ നിങ്ങൾ വരിക. ഇപ്പം നിങ്ങളുടെ ലീഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടീം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി നമ്മൾ തന്നെയാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്, നമ്മൾ തന്നെയാണ് ആക്ഷനൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ആ സ്പേസിൽ നിങ്ങൾ വരണം, നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം എൻ്റെ പേരൊക്കെ തരണം. നമുക്കൊരു ഫെലോഷിപ്പൊക്കെ കൂടാം. ഫെലോഷിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കാം. അങ്ങനെ നിങ്ങളെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട അച്ഛനോടും യുവനസിക്കത്തോടും എല്ലാവരുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ഫോക്കസ് എന്നാണ് നമ്മുടെ ഈ വർഷത്തെ ഇതിനിട്ടിരിക്കുന്ന പേര്, ഫോക്കസ്. ഈ വർഷത്തെ VBSന്റെ ചിന്താവിഷയം നിങ്ങളത് ഗോ പ്രോ. അതാണ് പ്രോ എന്ന് പറയുന്നൊരു ക്യാമറയില്ലേ? ഗോ പ്രോ ക്യാമറയാണുള്ളത്. എന്തോ ഒരു ക്യാമറയാണ്. ആ ക്യാമറയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പേര് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗോപ്രോ ആ ക്യാമറയുമായി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സബ് പോയിന്റ്സ് ഒക്കെയാണ് VBSലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം നമുക്ക് ഫോക്കസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു പരിപാടി, ക്യാമറയാണെങ്കിലും മൊബൈൽ ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യാൻ. ഫോക്കസിങ് ശരിയാണെങ്കിൽ ആ പിക്ചറും ആ ഫ്രെയിമും ശരിയാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. നമ്മൾ ഇപ്പോൾ ഈ ക്യാമ്പിന് ഇട്ടിരിക്കുന്ന പേര് ബഹുമാനപ്പെട്ട സോണിയച്ചനോട് ആലോചിച്ചാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഫോക്കസ് എന്നാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഫോക്കസ് നമുക്ക് ആവശ്യമുണ്ടാവണം. അപ്പം നമ്മുടെ ഈ യൂത്തിൻ്റെ ഫോക്കസ് തെറ്റാൻ പാടില്ല. ഫോക്കസ് ആ വാക്യം തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ബ്രോഷറിനകത്ത് ചെയ്തിട്ടുള്ള എന്തോ വാക്യം, എന്തോ അഭിപ്രായം, ഏത് വാക്യമായിരുന്നു? നിങ്ങൾ മൊബൈൽ കണ്ടില്ലേ? ഇവിടുന്ന് വിട്ട ബ്രോഷർ കണ്ടായിരുന്നു, ചെറിയൊരു ഫ്ലെയർ ഒന്നും കണ്ടില്ലേ? പള്ളിയിൽ നിന്ന് ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഒരു ഫ്ലെയർ കണ്ടായിരുന്നു, ഫോക്കസ് എന്ന് പറഞ്ഞ യൂത്ത്. മൊബൈലിൽ കണ്ടില്ല? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? കണ്ടോ ഇല്ലയോ?
കണ്ടില്ല. ആ മൊബൈലിൽ നോക്കിക്കോ, ഉണ്ടായിരുന്നു അത്. ഒന്ന് വാക്യം എന്ത് എഴുതിയേക്കുന്നു? ഏത് വാക്യം? ഒന്നും നോക്കിയില്ല, ചുമ്മാ അതൊരു ഫ്ലെയർ കണ്ടു, ഇങ്ങനെ നോക്കി. ഇങ്ങനെ നമ്മുടെ ഫ്ലെയർ കണ്ടായിരുന്നു. അതിനകത്ത് ഏത് വാക്യം? കണ്ടില്ല. നിങ്ങളൊന്നും മൊബൈൽ നോക്കുന്നേ ഇല്ല. എല്ലാം നിങ്ങൾ ഇൻസ്റ്റയ്ക്കകത്തിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഇവിടുന്ന് ഫ്ലെയർ നോക്കാൻ പോകുന്നത്. എനിക്ക് അന്നേരം മനസ്സിലായി. ഇൻസ്റ്റ ഇരിക്കുമ്പോഴാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. എന്ത് സാറേ ഒന്ന് കാണിച്ചു സാർ, ഇങ്ങനെ ഫ്ലെയർ നല്ല രസമായിട്ട് ഉണ്ടാകുന്നുണ്ട്. സാറിന്റെ ഇതിനകത്ത് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. യൂത്ത് ആയിട്ട് ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഒരു ഫ്ലെയർ ആണ് കേട്ടോ. ഈ ഫ്ലെയർ, ഇങ്ങനെ ഫ്ലെയർ നിങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം വന്നിരുന്നു, കണ്ടില്ലേ? അതിനകത്ത് ആ വാക്യം എഴുതിയിട്ടുണ്ട്. അതാണ് എബ്രായർ 12:2. ഒന്നും വായിച്ചില്ല. എബ്രായർ 12:2 അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഫ്ലെയർ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഏറെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പള്ളിയുടെ ഒരു പ്രസ്റ്റീജ് അല്ല, അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഏറിയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. അപ്പൊ എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോക്കസ് എന്ന അർത്ഥത്തിലാണ് ഈ ക്യാമ്പിന്റെ തീമും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോക്കസ് എപ്പോഴും യേശു ക്രിസ്തു ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോക്കസ്, ലൈഫിന്റെ ഫോക്കസ് ചെയ്തെടുക്കുക. ഫോക്കസ് ചെയ്യുന്നതിനകത്താണ് ലൈഫിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ എല്ലാം ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ കേന്ദ്രം ആ യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ ലൈഫ് സ്മൂത്തായി പോകും, ഉറപ്പാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്യാമ്പിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഇടയ്ക്ക് 1-2 കൊച്ചു പാട്ടുകളും ആക്ഷൻസും ഒക്കെ നമുക്ക് ചെയ്യാം. സ്ക്രീനിൽ ഒരു ചെറിയ ആക്ഷൻ സോങ് നിങ്ങളുടെ ബുക്കിലൊക്കെ എഴുതിയെടുത്തോണം. മൊബൈലുള്ളവർക്ക് ഫോട്ടോ എടുക്കാം, സ്ക്രീനിൽ കാണാം. ഞാനത് ഇട്ടുതരാം. Okay. Free silence. Okay. ഒന്ന് വായിച്ച്. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and He calls me by my name. His love will last for all the time and will never change. നല്ല സുന്ദരമായ, ഞാൻ ദൈവത്തിൻ്റെ സ്പെഷ്യലാണ്. ഐ ആം സ്പെഷ്യൽ. സിമ്പിളാണ്. ഈ പാട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. അത്രയൊന്ന് ചേർന്ന് പാടിക്കുക. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and He calls me by my name. His love will last for all time and will never change. ഒന്ന് നോക്കിക്കേ. He loved me before the world began, and He calls me by my name. His love will last for all time and will never change.
അപ്പൊ അത്രയൊന്നും ആദ്യമൊന്ന് പാടി നോക്കാം. എന്നോട് പാടി നോക്കിക്കുക. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ എന്നെ നോക്കിയേ വേണ്ട. ഐ ആം സ്പെഷ്യൽ, ലൗഡ്, അക്സെപ്റ്റഡ് ആൻഡ് ഫോർഗിവൺ. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and He calls me by my name. His love will last for all time and will never, never, never change. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. അപ്പൊ നിങ്ങൾ തനിയെ പാടുക. തുടങ്ങിത്തരാം. 1 2 3 4. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and He calls me by my name. His love will last for all time and will never, never, never change. I am special, loved, accepted, and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. പാട്ട് പഠിച്ചു കഴിഞ്ഞു, നന്നായി പാടി, സുന്ദരമായൊരു പാട്ടാണ്. നിങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പാടുക. ഞാൻ തുടങ്ങി തരാം. ഞാൻ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്തേ. വിത്തൗട്ട് മൈ ഹെൽപ്പ് യു സിംഗ് വെരി വെൽ. 1 2 3 സ്റ്റാർട്ട്. I am He loved. His love will last for all time and will never, never, never change. I am special, loved, accepted, and forgiven. I am the apple of God's eye. I am special, loved, accepted. ഓക്കെ, നന്നായി പാടി. നല്ല രസമുള്ളൊരു ആക്ഷൻ സോങ് ആണ്. നല്ല രസകരമായൊരു ഗെയിം, ഒരു ആക്ഷനൊക്കെയാണ്. നമുക്ക് നന്നായി ഇത് ചെയ്യണം. അപ്പം വിത്ത് മ്യൂസിക് ഇതിന്റെ പാട്ട് പാടാം. ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പാട്ടാണ്. ഒരു ഹിൽ സോങ് അല്ല, പക്ഷേ ഹിൽ സോങ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഹിൽ സോങ് ടൈപ്പ് ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ചേർന്ന് പാടാം. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പാടിക്കേ. ഹിൽ സോങ് എത്ര പേരുണ്ട്? ഹിൽ സോങ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആരും കേൾക്കാറില്ല. നിങ്ങൾ ക്രിസ്ത്യൻ ലെവലിലോട്ട് നോക്കാറില്ല. മോനെ ബ്ലൂടൂത്ത് ഓണാന്നേ. പാടിയില്ലല്ലോ. നല്ല ശബ്ദത്തിൽ പാടണം, നല്ല ഗംഭീരമായിട്ട് എല്ലാവരും ചേർന്ന് പാടണം. ഒന്നും കൂടെ. ഓക്കെ, യൂത്ത് ക്യാമ്പാണ്. നിങ്ങളെ പ്രത്യേകിച്ച് മാർക്കൊക്കെ ഇട്ട് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ ക്യാമ്പൊക്കെ നമുക്ക് ചേർന്ന് എല്ലാം ചേർന്ന് പാടണേ.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. I am special, loved, accepted and forgiven. റൈറ്റ്, ഒന്നുകൂടെ നോക്കാം. I am special, loved, accepted and forgiven. ഇത്ര മനസ്സിലായല്ലോ? ഒന്ന് കാണിച്ചു നോക്കിക്കേ. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. റൈറ്റ്, ഇതാണ് ആക്ഷൻ. ഇങ്ങനെ ഒരു ചാട്ടം ചാടും. അപ്പോൾ എൻ്റെ അവിടെ ഒന്ന് കാണിച്ചു നോക്കാം. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. ഇതാണ് ആക്ഷൻ. അപ്പോൾ നോക്കാം. എൻ്റെ അവിടെ ഒന്നുകൂടെ കാണിച്ചു നോക്കാം. ചിരിക്കാനല്ല, കാണിക്കാനാണ്. നോക്കാം. 1 2 3. I am action. I am special, loved, accepted and forgiven. നേരത്തെ ഞാൻ കാണിച്ച് തെറ്റിപ്പോയില്ല. ഒന്നുകൂടെ നോക്കാം. റെഡി? 1 2 3 4. I am special, loved, accepted and forgiven. ഞാൻ നേരത്തെ കാണിച്ച ഇവിടെ തെറ്റിയല്ലേ? എവിടെ നോക്കാം. I am special, loved, accepted and forgiven. ഞാൻ നേരത്തെ എത്തിയപ്പോ എവിടെ കാണിച്ചു തെറ്റി? എവിടെയായിരുന്നു? എവിടെ? I am special, loved, accepted and forgiven. I am the apple of God's eye. ഇതാണ് ആക്ഷൻ. അപ്പൊ നമുക്കൊന്ന് കാണിച്ചു നോക്കാം. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. നമ്മൾ എങ്ങോട്ട് കറക്കുന്നോ അങ്ങോട്ട് ചാടും. അപ്പൊ ഇടത്തോട്ടാ കറക്കുന്നെങ്കിൽ ഇടത്തോട്ട് ചാടും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു നോക്കാം. 1 2 3. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. ആക്ഷൻ മനസ്സിലായല്ലോ? അപ്പം ഇരുന്നോണ്ടൊന്ന് കാണിച്ചു നോക്കാം. 1 2 3 4. I am special, loved, accepted. തെറ്റിപ്പോയി. ഒന്നുകൂടെ. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began. മനസ്സിലായല്ലോ? He loved me before the world began, and he calls me by my name. മനസ്സിലായല്ലോ? His love will last for all time and will never, never, never change. കാണിച്ചു നോക്കാം. 1 2 3 4. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and he calls me by my name. His love will last for all time and will never, never, never change. ഇതാണ് ആക്ഷൻ. അപ്പം ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ എഴുന്നേറ്റ്. ഏതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റുള്ളൂ. റൈറ്റ്. എല്ലാവരും ചേർന്ന് കാണിക്കുകയാണ്. എല്ലാവരും ഭംഗിയായിട്ട് കാണിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രായമുള്ളവർ എല്ലാവരും കാണിക്കണം. Accepted and forgiven. I am the apple of God's eye.
കാണിച്ചില്ലല്ലോ. നല്ല ഭംഗിയായിട്ട് കാണിക്കണം. അവസാനം ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ നടക്കും. ഒന്നുകൂടെ കാണിക്കാം. റെഡി? ആദ്യം യെസ്, എവരിബഡി ഡു ഇറ്റ്. രസമായിട്ട് ചാടി. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 12 സ്റ്റെപ്സ് ആണ്. 12 ആണോ? 1 2 3 4 5 6 7 8 9 10 11 12 13 13 സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ചേർന്ന് എല്ലാവരും ചേർന്ന് കാണിക്കണം. നന്നായി പാടി. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ സ്പെഷ്യലാണ്, ദൈവസന്നിധിയിൽ സംരക്ഷിക്കപ്പെട്ടവനാണ്, അല്ലേ? എന്തെല്ലാം പാട്ടാണ്. ഞാൻ ദൈവത്തിന്റെ കണ്ണിലെ ആപ്പിളാണ്, കൃഷ്ണമണിയാണ്. ഐ ആം ദ ആപ്പിൾ ഓഫ് ഹിസ് ആപ്പിൾ ഓഫ് ഗോഡ്സ് ഐ. ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ സ്പെഷ്യലാണ്. ഞാൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളാണ്. ഞാൻ ജനിച്ച കാലം മുതൽ തന്നെ അവൻ എന്നെ അറിയുന്നു. എന്തൊരു സുന്ദരമായ വാക്കാണ്. അപ്പൊ നമ്മൾ കൈയടിച്ച് ഒന്നുകൂടെ ആ പാട്ടൊന്ന് പാടാം. വീട്ടിൽ പോയി പാടുക, കൈയടിച്ച് പാടും. ഓക്കെ, വെരി ഗുഡ്. നന്നായി പാട്ട് പഠിച്ചു. ഈ പാട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കണം. വീട്ടിൽ പോയി എപ്പോഴും നിങ്ങൾ പാടണം. ഇതിന്റെ ട്രാക്കും പാട്ടും ഞാൻ അയച്ച് തന്നേക്കാം. അത് നിങ്ങൾ വീട്ടിലിട്ട് കേൾക്കുകയും പാട്ടിനെ കാറിലൊക്കെ ഇട്ട് കേൾക്കുകയും ഇടയ്ക്ക് ആക്ഷനെ കാണിക്കണം. വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അമ്മയുടെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാം. എന്താണ് ചോദിക്കുമ്പോൾ അമ്മ ഐ ആം സ്പെഷ്യൽ, ലൗഡ്, അക്സെപ്റ്റഡ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ജാംബോ എന്നുള്ള പാട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക്? ജാംബോ
ഒരു ആഫ്രിക്കൻ സോങ് ആണ്. ജാംബോ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരാണ് ജാംബോ. അപ്പം ജാംബോ, ഹലോ, എന്താ പേരെന്ത്? ആൽവിൻ. ആൽവിനാണ്. അപ്പം ആൽവിൻ എടാ വേറെടാ അത് പറയണ എന്ന് പറയുന്നല്ലേ. ജാംബോയോട് ചോദിക്കുകയാണ്, ജാംബോ, ആൽവിൻ, ജീസസ് ലവ്സ് യു. ഓക്കെ, അപ്പൊ നമ്മളൊരു ആഫ്രിക്കൻ പേരാണ് ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി ആൽവിൻ? ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. He is with you. പാട്ടിന് വരി പഠിച്ചു. എന്നോട് പറഞ്ഞ്, ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. കരീബു ആൽബിൻ, കരീബു. കരീബു കരീബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൽക്കം. ആൽബിൻ വെൽക്കം എന്നാണ്. ആഫ്രിക്കൻ ലാംഗ്വേജ് കേട്ടോ കരീബു. വീട്ടിൽ ചെന്നിന് ആരെങ്കിലും ഗസ്റ്റ് വരും പറഞ്ഞാൽ മതി, ഹലോ കരീബു. കരീബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൽക്കം. ഓക്കെ, പോയിരുന്നുള്ളൂ. കരീബു ഇൻടു ഹിസ് പ്രസൻസ്. ഇൻടു ഹിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവന്റെ സന്നിധിയിലേക്ക് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. കരീബു ഇൻടു ഹിസ് പ്രസൻസ്. വൈ ഡു യു വറി ആൽബിൻ? വൈ ഡു യു വറി എന്ന് പറഞ്ഞാൽ എന്താ? ആൽബിൻ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അടുത്ത ആഫ്രിക്കൻ ലാംഗ്വേജ്, ഹക്കൂന മറ്റാറ്റ. ഹക്കൂന മറ്റാറ്റ, ടാറ്റ അടിക്കാനല്ല. വൈ ഡു യു വറി? ഡോണ്ട് വറി, ബി ഹാപ്പി. ഡോണ്ട് വറി, ബി ഹാപ്പി എന്നാണ് അർത്ഥം. ആൽബിൻ, വൈ ഡു യു വറി? ഹക്കൂന മറ്റാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡോണ്ട് വറി, ബി ഹാപ്പി. ഇതാണ് ഈ പാട്ടിന്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. കരീബു ഇൻടു ഹിസ് പ്രസൻസ്. വൈ ഡു യു വറി? ഹക്കൂന മറ്റാറ്റ. വരികൾ പഠിച്ചു കഴിഞ്ഞിപ്പോ ഇതിന്റെ സ്ക്രീനിൽ തന്നെ വരിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്നോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. കരീബു ഇൻടു ഹിസ് പ്രസൻസ്. വൈ ഡു യു വറി? ഹക്കൂന ടാറ്റ. അപ്പൊ 3 ആഫ്രിക്കൻ വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ജാംബോ, കരീബു, ഹക്കൂന ടാറ്റ. ബാക്കിയെല്ലാം ഇംഗ്ലീഷാണ്. ജാംബോ, ജീസസ് ലവ്സ് യു. ആർ യു ഹാപ്പി? ഹി ഈസ് വിത്ത് യു. Karibu into his presence. Why do you worry? Hakuna Matata. Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Oh, oh, oh. പഠിക്കേ. ഓ Almighty God, Jambo, Jesus loves you. Are you happy? He is with you. Karibu into presence. Why do you worry? Hakuna Matata. Oh, Almighty God. ഇതാണ് പാട്ട്. അപ്പൊ നിങ്ങൾ തനിയൊന്ന് പാടുക. അതിനുശേഷം നമുക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് പാടണം. ഓക്കെ, റൈറ്റ്. 1 2 3 4. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Oh, Almighty God. Oh, ഇതൊരു തായ്ലൻഡുകാരൻ പാടിയാൽ എങ്ങനെ ഇരിക്കും? ഒരു തായ്ലൻഡുകാരൻ എങ്ങനെയാണ് പാടുന്നത്? അവൻ പുള്ളിയുടെ ആക്സെന്റ് നമുക്ക് ഈ പാട്ട് ആദ്യം ഒന്ന് കേൾക്കാം. എന്നിട്ട് അവസാനം അവൻ തായ്ലൻഡ് ഭാഷയിലും പാടും. അപ്പൊ നിങ്ങൾക്ക് മലയാളം ഭാഷയിൽ ഇത് ഉണ്ടാക്കും. യുവർ ടാസ്ക്. അപ്പൊ നമുക്ക് നോക്കാം, കേൾക്കുക. ഓക്കെ, ചേർന്ന് പാടിക്കും.
Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Almighty God. Almighty God. Jambo, Sino Kimye, Lovi Anima, Owolo Ani, Karibu, Bawolo Uni, Los Angelo, Hakuna Matata. Jambo, Sino Kimye, Lovi Anima, Owolo Ani, Karibu, Bawolo Uni, Los Angelo, Hakuna Matata. അപ്പൊ എല്ലാവരും ചേർന്ന് പാടണം. എല്ലാവരും ശബ്ദത്തിൽ പാടുക, നല്ല ശബ്ദത്തിൽ പാടുകയും വേണം. ഓക്കെ, തുടങ്ങാം. തെറ്റിക്കരുത്, ചേർന്ന് പാടും. നല്ല ശബ്ദത്തിൽ പാടണേ, നല്ല ആക്ഷൻ പഠിക്കാൻ പറ്റും. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. ജാംബോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ജാംബോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ തലയിൽ തൊപ്പി ഉണ്ടെന്ന് ചോദിക്കും. ആഫ്രിക്കക്കാരൊക്കെ സാധാരണ തൊപ്പി വയ്ക്കാറുണ്ട്. നമ്മൾ തോറ്റാണ് തൊപ്പി ഇടാറുള്ളത്. ആഫ്രിക്കക്കാർ മിക്കവാറും എപ്പോഴും എന്ത് വയ്ക്കാറുണ്ട്? തൊപ്പി ഇടാറുണ്ട്. അപ്പൊ ആരെങ്കിലും കാണുമ്പോൾ തൊപ്പി ഊരും. ഹലോ അൽബിൻ, റൈറ്റ്, ഇതാണ് സംഭവം. അപ്പം ആൺകുട്ടികളല്ല, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെല്ലാം തൊപ്പി ഊരണം. ജാംബോ. ആ സമയത്ത് പെൺകുട്ടികൾ ജാംബോ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ആ സമയത്ത് പുരുഷന്മാരല്ല ഇങ്ങനെ ജാംബോ. അപ്പൊ സ്ത്രീകൾ എങ്ങനെ കാണിക്കും? ജാംബോ. Jesus loves you. Are you happy? ഇങ്ങനെ കാണിക്കുന്നതല്ല, ഇങ്ങനെ Are you happy? അപ്പൊ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ഞാൻ കാണിക്കുമ്പോൾ എന്തായാലും തിരിച്ച് അറിയാനുള്ളേ. പറഞ്ഞു ജാംബോ. Jesus loves you. Are you happy? He is with you. മനസ്സിലായല്ലോ? കരീബു എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് തുടങ്ങും. കരീബു into his presence. പൊങ്ങിപ്പോയിക്കോണം. കരീബു into his presence. Why do you worry? Hakuna Matata. ഇതാണ് ആക്ഷൻ. ഓ എന്ന് പറയുന്ന സമയത്ത് Almighty God. കാണിക്കടാ. ഓക്കെ, പോയിരുന്നുള്ളൂ. ഇതാണ് എന്റെ ആക്ഷൻ. അപ്പൊ നമ്മളോട് ചേർന്ന് എഴുന്നേറ്റ് കാണിക്കാം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങാം. റൈറ്റ്. നല്ല രസമായിട്ട് പോകണം, ഒഴുകി പോകണം. നല്ല ഒഴുകി ഭംഗിയായിട്ട് പോവാം. ഏറ്റവും കൂടുതൽ പ്രായം എനിക്കാണ്. 80 വയസ്സുള്ള ആളാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് എന്നോട് ചേർന്ന് കാണിക്കാം എല്ലാവരും കൂടെ.
മറ്റേ എനിക്കൊന്ന് ടാലന്റ് തരാൻ പാടുന്ന ഇടാതെ കുറച്ചും കൂടി രസം തോന്നുന്നു. മ്യൂസിക് കുറച്ച് അതാ. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. കാണിച്ചില്ലേ? പഠിക്കൂ. Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Oh, Almighty God. Almighty God. Almighty God. എല്ലാവരും കാണിക്കണേ. കുറച്ചുകൂടെ നല്ല മ്യൂസിക് ഇടാൻ വേണ്ടിയാണ്. ഓക്കെ, ജാംബോ Everybody do it. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Almighty God. Almighty God. Jambo, Jisu no kimye, lovi anima, oholo ani, karibu, bawolo uni. Los Angeles, Hakuna Matata. Jambo, Jisu no kimye, lovi anima, owolo ani, karibu, bawolo uni. Los Angeles, Hakuna Matata. Almighty God. അവസാനം ഈ ഓ എന്ന് പറയുന്ന സമയത്ത് ചുറ്റും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല നിങ്ങൾ നല്ല എൻജോയ് ചെയ്യണം കേട്ടോ. അച്ഛൻ പറഞ്ഞു നല്ല ഞങ്ങളെ യൂസ് ഒക്കെ ഭയങ്കര വൈബ്രന്റ് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല എന്ത് സുഖമാണെന്ന് പറയാം. എന്ത് നല്ല കാർപ്പറ്റായിട്ട് നല്ല ഒഴുകി അങ്ങ് പൊയ്ക്കോട്ടെ. അങ്ങ് പോയി അവിടെ ചെന്ന് ഭിത്തിച്ച് ഉമ്മ കൊടുത്താലും കുഴപ്പമില്ല. അങ്ങ് പൊയ്ക്കോണം. പോയിട്ട് ഓൾമൈറ്റി കോഡ് എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ച് പോന്നേക്കണം. പിന്നെ ഇടിച്ച് ഓൾമൈറ്റി അവിടെ വൈറ്റി കാണിക്കണം. തേക്ക് കല്യാണം പൊട്ടി പോകുമ്പോൾ തുടങ്ങാം. ഒന്നും കൂടെ റൈറ്റ്. എല്ലാവരും കാണിക്കണേ. നിങ്ങൾ കാണിക്കുന്നില്ലേ? Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Jambo, Jesus loves you. Are you happy? He is with you. Karibu into his presence. Why do you worry? Hakuna Matata. Almighty God.
ചിലർ ഓ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവിടെ ഒരാൾ ഓ പറയാൻ ചുമ്മാ ബെഞ്ചെ പിടിച്ചോണ്ട് ഓ ഇങ്ങനെ കാണിക്കും. നല്ല ഭംഗിയായിട്ട് രണ്ട് കാലും ഉണ്ടോ, ഇങ്ങനെ 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 തന്നെ വരണം. ഒന്നും കൂടെ ആദ്യം മുതൽ എല്ലാവരും ചേർന്ന് കാണിക്കണം. ഇവിടെ നിങ്ങൾ അവിടെ ഇരിക്കുന്നു, എല്ലാവരും ഞങ്ങളോട് ഭാഷ കാണിക്കണം. ഇങ്ങോട്ട് വന്നു. അതെ 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 സച്ചിൻ അവിടെ നിന്നാലും മതി, ഞങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റും. എല്ലാവരും ചേർന്ന് കാണിക്കണേ. സെക്രട്ടറി സാറൊക്കെ വരാം, ആക്ഷൻ കാണിക്കാം. Jumbo, Jesus loves you. Are you happy? He is with you. Karibu into His presence. Why do you worry? Hakuna Matata. Jumbo, Jesus loves you. Are you happy? He is with you. Karibu into His presence. Why do you worry? Hakuna Matata. Oh, Almighty God. Almighty God. Jumbo, Jisu no Kimye, Lovi Anima, Oholo Ani, Karibu, Bawolo Uni. Takelo, Hakuna Matata. Jumbo, Jesus loves me. Yanima, Owolo Ani, Karibu, Bawolo Uni, Takelo, Hakuna Matata. Thank you. നമ്മൾ ഇടയ്ക്ക് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് ഇടയ്ക്ക് ചില സിഗ്നൽസ് ഒക്കെ വിട്ടു പോകുമ്പോഴിടയ്ക്ക് മ്യൂസിക്കിനൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ഭംഗിയായിട്ടെല്ലാം ചെയ്തു. 2 പാട്ടാണ് നമ്മൾ പഠിച്ചത്. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. He loved me before the world began, and He calls me by my name. His love will last for all time and will never, never, never change. I am special, loved, accepted and forgiven. I am the apple of God's eye. I am special, loved, accepted, special, loved, protected, and I don't even have to try. Jumbo, Jesus loves you. Are you happy? He is with you. Karibu into His presence. Why do you worry? Hakuna Matata. ഓക്കെ, പാട്ട് രണ്ടും നിങ്ങളുടെ തറവായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. അതൊക്കെ ഇഷ്ടമല്ലേ? യെസോർണോ? ഒന്നും മിണ്ടുന്നില്ല. അവന് ഗെയിംസ് മാത്രം മതി. ഗെയിംസ് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് എല്ലാം പഠിക്കാൻ കൂടെ വേണം. നല്ല ഭംഗിയായിട്ട്. അപ്പം ഫോക്കസ് എന്ന ക്യാമ്പ് നെയിമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം. ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്. ലെറ്റ്സ് ഗോ. ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ കഥ കൂടെ അടച്ചേക്കട്ടെ, കുഴപ്പമില്ലല്ലോ.
ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് പോകാം. പാം എന്താ പറയുന്നത്? അത് നമ്മുടെ ഇളമ്പൽ ഭാഷയാണ് നമുക്ക് പാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പോകാം. എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി ഇത്തിരി അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. എന്നൊരു കോട്ടയം സൈഡിൽ ചെന്നിട്ട് ഒരാൾ പറഞ്ഞ ആ ബാളിങ് എടുത്തെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആ ബാളിക്കാൻ പറഞ്ഞു. ഞാൻ കൊട്ടാരക്കരക്കാരനല്ലേ, എല്ലാവരും എന്നെ ഇടിച്ചു കൊന്നു. പിന്നെ മനസ്സിലായി ബാളെന്നല്ല പറയുന്നത്, എന്താ പറയുന്നത്? ബോളെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മളെ ഒരു ഭാഷ, നമ്മുടെ കൊട്ടാരത്തിൽ നമുക്ക് പാം എന്നല്ല, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. അപ്പം ഈ ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഈ തീം സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ആർക്കെങ്കിലും പറയാം, യൂത്തിലെ ആർക്കെങ്കിലും പറയാം, നമ്മുടെ ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗം ഒഫീഷ്യലി നമ്മൾ മർത്തോമ സഭയിലെ എപ്പിസ്കോപ്പൽ ചർച്ചക്ക് ഗ്രേറ്റ് കമ്മീഷനെ തെരഞ്ഞെടുത്തിരിക്കുന്ന, സെലക്ട് ചെയ്തിരിക്കുന്ന ബൈബിൾ പാസേജ് ഏതാണെന്ന് പറയാൻ പറ്റും? ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അവസാനത്തെ സന്ദേശം, അതാ ഉദ്ദേശിക്കുന്നത്. യേശു ലാസ്റ്റ് പറഞ്ഞ സന്ദേശമായിട്ട് എടുത്തിരിക്കുന്ന ബൈബിൾ പാസേജ് യൂസിന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങളുടെ യൂസാണ്. യൂസ് നല്ല ഭംഗിയായിട്ട് സംവാദം ചെയ്യണം, ആളുകളോട് തർക്കിക്കണം, വാദിക്കണം. അങ്ങനെയൊക്കെ വാദിക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ് കമ്മീഷനായി സെലക്ട് ചെയ്തിരിക്കുന്ന, നമ്മൾ എപ്പിസ്കോപ്പൽ ഓൾ എപ്പിസ്കോപ്പൽ ചർച്ചസ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും? ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. മത്തായി 28-ാം അധ്യായമാണ്, മാത്യു ചാപ്റ്റർ 28 ലാസ്റ്റ് 18, 19, 20 വാക്യാണ്. ആരാ ഒന്നെടുത്ത് വായിക്കുന്നത്? മത്തായി 28-ന്റെ 18, 19, 20 വാക്യങ്ങൾ. മത്തായി 18-ന്റെ മോനെ, ഞാൻ പറഞ്ഞ ന്യൂസ് പേപ്പർ കൊണ്ട് ആരെ ഏൽപ്പിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, ആരാണ് വായിക്കുന്ന? ആരാന്ന് വായിച്ചു? യേശു അടുത്തു വന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതാണ് ഗ്രേറ്റ് കമ്മീഷനായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം. എവിടെ വെച്ച് ചോദിച്ചാലും ചിലർ മർക്കോസിന്റെ സുവിശേഷം പറയുമെങ്കിൽ നമ്മൾ പറയണം അല്ല, ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന ഭാഗം ഏതാണ്? മത്തായി സുവിശേഷം 28-ാം അധ്യായം ഈ ഭാഗമാണ്. ഇനി 2-3 കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂസാണ്, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളെ സ്നാനപ്പെടുത്താനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വാദിച്ച് ജയിക്കുകയും പറയുക, നമ്മുടെ സഭയുമായിട്ട് നമുക്കൊരു കൂറും ഒക്കെ ഉണ്ടാവണം. മർത്തോമ സഭ തുടങ്ങിയത് എങ്ങനെയാണ്? മുത്തപ്പനെ കണ്ടിട്ടുണ്ടാണ്. ആമേ കറക്റ്റ്? അറിയത്തില്ല? ഇതൊന്നും അറിയത്തില്ല. മുത്തപ്പൻ എന്ന് പറഞ്ഞ ആരാണ്? മുത്തപ്പൻ മലയാറ്റൂർ പോയിരിക്കുന്ന എത്ര പേരുണ്ട്? മലയാറ്റൂർ പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ട്? പോയിട്ടുള്ള എത്ര പേരുണ്ട്? മലയാറ്റൂർ കേട്ടിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്ന ഒരു ഒരു വിഗ്രഹമാണ്, മുത്തപ്പന്റെ വിഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു സെന്റ് ഗീവർഗീസ് പുണ്യമുള്ളതാണോ? മുത്തപ്പൻ ആണെന്ന് തോന്നുന്നല്ലേ? മുത്തപ്പൻ എന്ന് പറയുന്നത് സെന്റ് തോമസ് ലീഹയാണ്. അപ്പം അബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ പറഞ്ഞു, നമ്മളെന്തിനാ ഇതിനോടാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ജീവനുള്ള ദൈവത്തോട് എല്ലാവരും കൂടെ ആരാധിക്കാൻ വന്ന മുത്തപ്പനെ കാണാനില്ല. അപ്പൊ അച്ഛൻ മുത്തപ്പൻ, മുത്തപ്പൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങൾ നോക്കണ്ട, മുത്തപ്പൻ കിണറ്റി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? രാത്രിയിലെടുത്ത് കിണറ്റിയിട്ടു. എന്നിട്ട് അവിടെ നമ്മൾ തുടങ്ങിയതാണ്, നമുക്ക് വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ മധ്യസ്ഥരോടൊന്നും നമ്മൾ അപേക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു നവീകരണ സഭ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ മർത്തോമ സഭ. അങ്ങനെ മർത്തോമ സഭ നവീകരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, ഈ ശിശുസ്നാനം തെറ്റാണെങ്കിൽ
ഈ ശിശുസ്നാനം പാടില്ല, മുദ്രസ്നാനം മതി എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ആർക്കുണ്ടായിരുന്നു? ഇവിടെ ഒരു മുത്തപ്പനെ ഇട്ട് കെട്ടിയിടാൻ കഴിവുള്ള ഒരു അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഇത് പറയാനും ചങ്കൂറ്റം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉറക്കപ്പറ. പക്ഷേ പുള്ളി എടുത്തു മാറ്റിയില്ല ഇത്. കാര്യം ഇതിന് ശക്തമായ വേദവസ അടിത്തറ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തർക്കിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കണേ. ഇപ്പോൾ ഇവിടെ പറയുന്ന യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഇനി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യനാക്കിക്കൊള്ളി. ഇവിടെ കിടക്കുന്ന ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഏതാണ്? ഉറക്കപ്പുറ. പിതാവിൻ്റെയും പുത്രൻ്റെ കർമ്മം, പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തിൽ സ്നാനം ആദ്യം. പിന്നീട് എന്താണ്? ഉപദേശിച്ചും കൊണ്ട്. അടുത്ത എന്താണ്? എൻ്റെ ശിഷ്യർ. അപ്പോൾ ആദ്യം ഏതാണ്? സ്നാനം. പിന്നീടാണ് എന്ത്? ഉപദേശം. പിന്നീടാണ് എന്ത് പറയുന്നത്? എന്ത് ക്ലിയർ കട്ട് ആൻസറാണ് ബൈബിളുള്ളത് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട്. ജനിച്ചു വീഴുമ്പോഴേ സ്നാനപ്പെടുത്തി അവനെ ഉപദേശിച്ച് അവനെ കർത്താവിൻ്റെ ശിഷ്യരാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഒഫീഷ്യലി ഈ കാര്യം ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി റീസൺസ് ഉണ്ട്. ഒരു റീസണാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഏതെടുത്തിരിക്കുന്നത്? തീം. എന്താ നമ്മുടെ തീം? എന്താണ്? ലെറ്റ്സ് ഗോ. ഉറക്കെ പറഞ്ഞേ, ലെറ്റ്സ് ഗോ. ഈ ലെറ്റ്സ് ഗോയിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് ബി എന്ന ലെറ്ററിലാണ്. ഏത് ലെറ്ററിലാണ്? ബി എന്ന ലെറ്ററിലാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ വരും, ഗെയിംസൊക്കെ വരും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ബി? ഗോ. ലെറ്റ്സ് ഗോ എന്നാണല്ലോ. ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഗോ ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ വലുതായി പോണം, നിങ്ങൾ വലുതായി തന്നെ പോണം. ഗോ ബിഗ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വലുതായി പോകണമെന്ന് പറയുന്നതിൻ്റെ കാരണം? അഭിമാനത്തോടെ പോകണമെന്നതിൻ്റെ അർത്ഥം. ആരുടെ മുമ്പിൽ തല കുനിക്കാതെ പോകണം, നെഞ്ചു വിരിച്ച് തലയുയർത്തി പിടിച്ച് വലുതായി തന്നെ നിങ്ങൾ പോകണം. ഗോ ബിഗ്. എന്തുകൊണ്ടാണ് വലുതായി പോകണമെന്ന് പറയാനുള്ള കാരണം? വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? യേശുക്രിസ്തു ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. അധികാരത്തിന് ഇംഗ്ലീഷ് എന്താ പറയുന്നത്? അധികാരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരല്ലയോ? അധികാരത്തിന് എന്താണ് പറയുന്നത്? അതോറിറ്റി. ഓൾ അതോറിറ്റി, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. എനിക്ക് നൽകപ്പെട്ട, ഐ ആം ദ അതോറിറ്റി ഓഫ് ഓൾ. യേശുക്രിസ്തു ഒരു ക്ലെയിം ചെയ്യുകയാണ് ഇവിടെ. എന്താണ്? ഐ ആം ദ അതോറിറ്റി ഓഫ് ഓൾ. സകലത്തിൻ്റെയും അതോറിറ്റിയാണ് ഞാൻ. അതോറിറ്റി എന്ന വാക്കിനകത്ത് രണ്ട് വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് പവർ, ശക്തി, അധികാരം, പവർ. രണ്ട് റൈറ്റ്സ്, അതിനുള്ള അവകാശം. ചിലർക്ക് അധികാരമുണ്ട്, അവകാശമില്ല. ഒരു എക്സാമ്പിൾ പറയാമോ? അച്ഛൻ, ഹി ഈസ് ദ പവർ ഓഫ്, മെത്രാപ്പോലിത്ത ഈസ് ദ പവർ ഓഫ് ദിസ് ചർച്ച്. അധികാരി ആരാണ്? മെത്രാപ്പോലിത്തയാണ്. പക്ഷേ മെത്രാപ്പോലിത്തയ്ക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാനുള്ള അവകാശമുണ്ടോ? പറഞ്ഞു. മർത്തോമ സഭ ഒരു ജനാധിപത്യ സഭയാണ്. മണ്ഡലമാണ് തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. ഒരു ജനാധിപത്യ സഭയാണ്. ഇവിടെ പിണറായി വിജയൻ സാറിന് എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവകാശം. ഈസ് എ റൈറ്റ്, പവറുണ്ട്. പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയില്ലേ. അപ്പം എല്ലാം ചെയ്യാനുള്ള അവകാശം അവർക്കില്ല. എന്നാൽ അധികാരവും അവകാശവും ഒത്തുചേരുമ്പോഴാണ് അതിന് നമുക്ക് അതോറിറ്റി എന്ന് പറയുന്നത്. ഐ ആം ആൻ അതോറിറ്റേറ്റീവ് എന്നൊക്കെ പറയാനുള്ള കാരണം അവിടെയാണ്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുന്നു, ഐ ആം ദ അതോറിറ്റി ഓഫ് ഓൾ. എനിക്ക് എല്ലാ അവകാശവും അധികാരവും എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവാണ് ഏറ്റവും വലിയ ആൾ, എംപറർ, കിങ് ഓഫ് ദ കിങ്സ്.
അതോറിറ്റി ഓഫ് ഓൾ. ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ്, അപ്പം എൻ്റെ യേശു കർത്താവിന്, അപ്പം യേശു കർത്താവ് ഏറ്റവും വലിയ ആളായതുകൊണ്ട് ഞാൻ ചുമ്മാതെ കുനിഞ്ഞുകൂടി പോകേണ്ട കാര്യമില്ല, ചുരുങ്ങിപ്പോണ്ട കാര്യമില്ല. ഗോ ബിഗ്, വലുതായി തന്നെ പോകണം, വലുതായി തന്നെ പോകണം എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മൾ ആരുടെ ആളാണ്? നമ്മൾ ആരുടെ ശിഷ്യരാണ്? യേശു ക്രിസ്തുവിൻ്റെ ആളാണ്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ, എൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റാണ്. ഞാൻ കൊച്ചാളൊന്നുമല്ല. നിങ്ങൾക്ക് വിലയുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് കഴിയിരിക്കുമ്പോഴാണോ നരേന്ദ്രമോദി കഴിയിരിക്കുമ്പോഴാണോ? ഒന്നും മിണ്ടുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ്, അവൻ നരേന്ദ്രമോദിയെക്കാട്ടി വലിയ ആളാണ്. ആര്? അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു പറയുന്നതാണ്. പോട്ടെ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ ഇന്ത്യക്കാരൻ രീതിയിൽ നമുക്ക് നരേന്ദ്രമോദി ഉണ്ടല്ലോ, നമ്മൾ അമേരിക്കൻ അമേരിക്ക. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ കൂടുതൽ പവർ ആർക്കായിരിക്കും? അമേരിക്ക ആയിരിക്കാം, മേ ബി, അല്ലേ? സാമ്പത്തിക ഏത് മേഖലയിലാണെങ്കിൽ പോലും. പോട്ടെ, അപ്പോൾ നമ്മുടെ അധികാരി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ ഗോ ബിഗ്, വലുതായി പോകണം. ഗോഡ് ഈസ് ബിഗ്, ദൈവം വലിയവനാണ്. അതുകൊണ്ട് ഞാൻ വലുതായി പോകുന്നു. ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, ഗോഡ് ഈസ് ബിഗ്. രണ്ട്, ഗോഡ് ഈസ് പവർഫുൾ. പവർഫുള്ളാണ്, എന്തിനും പോന്നവനാണ്, എന്തിനും കരുത്തുള്ള ആളാണ്. ഗോഡ് ഈസ് പവർഫുൾ. ഗോഡ് ലവ്സ് യു ആൻഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ ചുമ്മാതെ മറ്റുള്ള മുമ്പിൽ ഇങ്ങനെ കൊച്ചായി എനിക്ക് വിഷമമുണ്ട് എന്ന് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കോംപ്ലക്സ് വരുമ്പം, അയ്യോ ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, എനിക്ക് വണ്ണമില്ലാത്ത കുട്ടിയാണ്, എനിക്ക് കറുത്ത നിറമാണ്, എനിക്ക് മുടിയില്ല, നീളമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ ആരും എന്നെ നോക്കത്തില്ല, മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരുടെ ആളാണ്? ദൈവത്തിൻ്റെ ആളാണ്. ഗോഡ് ഈസ് ബിഗ്. വിഷമം വരുമ്പം വിഡ്രോവൽ ടെൻഡൻസി, പോയി ആത്മഹത്യ ചെയ്ത് കളയും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് പവർഫുൾ. ഗോഡ് ഈസ് പവർഫുൾ. ഇനി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഉറപ്പാണ്. അപ്പോൾ ഗോഡ് ഹാസ് പ്ലാൻ വിത്ത് മീ, അബൌട്ട് മീ. ഞാൻ എന്തിനാ കൊണ്ട് മാറി നിൽക്കേണ്ട കാര്യം എന്തിനാണ്? ഗോ ബിഗ്, വലുതായി തന്നെ പോകുക എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് ഒത്തിരി പ്രശ്നം വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു ബിസിനസ്സുകാരനുണ്ട്. ആർക്കെങ്കിലും പറയാം ആരാണ്? ഈ ബിസിനസ്സിനെ എങ്ങനെ കൊണ്ടുപോകുന്ന നിശ്ചയമില്ലാതെ കടം കീറി അവസാനം ഇദ്ദേഹം ഒരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആരാണ്? സാർ പറഞ്ഞു? കഫേ കോഫിയുടെ ആളാണ്. കറക്റ്റ്. എന്ത് നല്ല കറക്റ്റായിട്ട് പറഞ്ഞ ആളാണ്. കഫേ കോഫിയുടെ ആളാണ്. ഇത്രയും കടം കയറി ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകും? എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ തകർന്നു പോകും. ഇതിലും ഭേദം മരിക്കുന്നതാണ്. ഇതിലും ഭേദം മരിക്കുന്നതാണ്. ഇനി അടുത്ത എൻ്റെ ഘട്ടം മൊത്തം കടമാണ്. ബിസിനസ് തകർന്നു. സ്വന്തം ഭർത്താവ് ആത്മഹത്യം ചെയ്തിരിക്കുന്നു. ആ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച്. ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഭാര്യ തളർന്നില്ല. ഗോ ബിഗ്, ഞാൻ വലുതായി തന്നെ പോകും. കടം വീട്ടി ഇന്ന് നല്ല ലാഭത്തിൽ കഫേ കോഫി ഓടിക്കണം. അവിടെ പേരെന്തോ? ആ സ്ത്രീയുടെ പേരെന്താണ്? നെറ്റടിച്ച് നോക്കിയാൽ മതി. ആ സ്ത്രീയുടെ പേര് നല്ല സൂപ്പർ ഒരു പേരാണ്. എന്തിനാടെ തളരുന്നേ? എന്തിനാ പേടിക്കുന്നേ? എന്തിനാ ഇങ്ങനെ പമ്മിപ്പോന്നേ? എന്തിനാ പോയി ആത്മഹത്യ ചെയ്യുന്നേ? ഗോഡ് ഈസ് പവർഫുൾ. എല്ലാ അധികാരം തന്നെ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ പമ്മിപ്പോണ്ട കാര്യം എന്തിനാണ്? ഗോ ബിഗ്, ഞാൻ വലുതായിട്ട് തന്നെ പോകും. കള്ളന്മാർ, കൊള്ളരുതാത്തവന്മാർ, നശിച്ചവന്മാർ, അവർക്ക് എന്തെല്ലാം ഗുണം ചെയ്തു എൻ്റെ ഭർത്താവ് അവർക്ക് എന്തെല്ലാം ഗുണം ചെയ്തു, എത്ര പേരെ സഹായിച്ചു, ഈ നാട്ടിൽ എത്ര രൂപ ഒഴുക്കിയെന്നറിയാവോ? എന്നിട്ട് ആ കശ്മലന്മാർ
എൻ്റെ ഭർത്താവിനെ 2 മക്കളെയും ചുട്ടുകൊന്നു, കുളം പിടിക്കാതെ കൊണ്ടു. ഈ ഇന്ത്യ മുച്ചോട് മുടിയിട്ട് എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞില്ല. ഏതാണ് ആ സ്ത്രീ? ആ സ്ത്രീ ആരാണ്? ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ. എൻ്റെ കൂടെ ഞാൻ പണ്ട് സ്ക്രിപ്ചർ യൂണിയൻ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഗുജറാത്തിക്കാരൻ ഓൺ ദ സ്പോട്ടിൽ അവിടെ ഉണ്ടാകും. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു ഇത് കത്തുമ്പോൾ. എൻ്റെ ഭർത്താവ് എവിടെ കിടന്ന് മരിച്ചു പോലും ചുട്ടുകരിച്ച് കൊന്നാലും ഞാനവരെ ശപിക്കത്തില്ല, ഞാനവരെ ഒന്നും പറയത്തില്ല, ഞാനിവിടെ ഒതുങ്ങിപ്പോകത്തില്ല. ഞാൻ ബിഗ്ഗായിട്ട് തന്നെ പോകും. അവരൊന്ന് വലിയ ബിഗ്ഗായിട്ട് നിൽക്കുകയാണ്. കാര്യം ഗോഡ് ഈസ് പവർഫുൾ, ഗോഡ് ഈസ് ബിഗ്. നമ്മളൊരു പാട്ട് പാടിയ അവർ ഗോഡ് ഈസ് സോ ബിഗ്, സോ സ്ട്രോങ് ആൻഡ് സോ മൈറ്റി, ദ നത്തിങ് ബൈ ഗോഡ് ക്യാൻ നോട്ട് ഡു. കേട്ടിട്ടില്ലേ ഈ പാട്ട്? എവിടെ നിങ്ങളൊന്നും കേട്ടിട്ടില്ല. അതെങ്കിൽ ഇത് എന്നുള്ളത് എൻ്റെ ദൈവം വളരെ ശക്തനാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ മീ. അത് നടപ്പിലാവും. ഗോ ബിഗ് ആണോ? ഇപ്പോഴും ഒരു ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഗോ ബിഗ്, ലെറ്റ്സ് ഗോ ബിഗ്. വലുതായി തന്നെ പോകണം എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബി ഏതാണ്? ആദ്യം പറഞ്ഞത് ഗോ ബിഗ്. നമ്പർ 2 ഇത് വായിച്ചേ, ഉറക്കെ വായിക്കണം. ഗോ ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ബോൾഡ്, ഉറക്കെ പറ. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇംഗ്ലീഷ് അറിയത്തില്ല. ബിഗ് എന്ന് പറഞ്ഞാൽ എന്ത്? വലുതായി പോകുക. ഗോ ബോൾഡ് എന്ന് പറഞ്ഞാലോ ധീരരായി പോകുക, ധീരതയോടെ പോകുക, ധീരരായി പോകുക. ഒരു നമ്മുടെ ഇങ്ങനെ ഈ അണിയണിയായി പോകുക, നമ്മളെ ധീരരായി ആവേശം കൊള്ളിക്കുന്ന വിപ്ലവഗാനങ്ങളൊക്കെ ഇല്ലേ? ധീരരായി പോകുക എന്നാണ് പറയുന്നത്. ഗോ ധീരരായി പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 19-ാം വാക്യത്തിലാണ്, 19-ാം വാക്യത്തിലാണ്. അപ്പം സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം ആ 19-ാം വാക്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചേ. ജീസസ് മെയ്ഡ് എ ബോൾഡ്. യേശു ക്രിസ്തു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ധീരതയോടെ കുരിശുമരണം വഹിച്ചവനാണ്, ഏറ്റെടുത്തവനാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു, അറിയില്ല, ജീവൻ പോയാലും അത് ഏറ്റെടുത്ത ആളാണ്. ത്യാഗമരണം വരിച്ച ആളാണ് യേശു ക്രിസ്തു. ഓക്കെ, ആ യേശു ക്രിസ്തുവിന് വേണ്ടി ധീരമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. യു മസ്റ്റ് മേക്ക് ദ ബോൾഡ് ഡിസിഷൻ ടു സറണ്ടർ യുവർ ലൈഫ് ടു ജീസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വേണ്ടി ധീരമരണം വഹിച്ച, രക്തസാക്ഷിത്വമായി തീർന്ന, ധീരതയോടെ കുരിശുമരണം ഏറ്റുവാങ്ങിയ എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ധീരതയോടെ ചെയ്യണം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം, ധീരരായി പോകണം. ഒരുപക്ഷെ ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നതുപോലെ നമ്മളെയും ചുട്ടുകൊല്ലാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ VBSൻ്റെ ഡിവോഷൻ ഗൈഡ്, നിങ്ങളെല്ലാം കഴിഞ്ഞ വർഷം VBS പഠിച്ച എത്ര പേരുണ്ട്? ഓക്കെ, കൈതാതിട്ടു. നിങ്ങൾ പഠിച്ചൊരു ഗൈഡിൻ്റെ പേരെന്തായിരുന്നു? റൂട്ട് ആൻഡ് ഫ്രൂട്ട്. ഇവിടുത്തെ ഡയറക്ടർ ആരായിരുന്നു? റോബിൻസൺ സാറാണ്. അപ്പോൾ റോബിൻസൺ സാർ നിങ്ങളെ പഠിപ്പിച്ച റൂട്ട് ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഞാനാണ്. കഴിഞ്ഞ വർഷത്തെ VBSൻ്റെ പുസ്തകം ഫുൾ എഴുതിയിരിക്കുന്നത് ഞാനാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു കൈയടി നാടു. നിങ്ങളൊരു കൈയടി പോലും എനിക്ക് തന്നില്ലല്ലോ. പറഞ്ഞ റെഡി. അപ്പം ഞാൻ എഴുതിയ പുസ്തകം വെച്ചാണ് സാർ നിങ്ങളെ പഠിപ്പിച്ചത്, ഡിവോഷണൽ ഗൈഡ്. ഓക്കെ, അപ്പോൾ റൂട്ട് ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് അവസാനം ഞാനൊരു കഥ എഴുതിയിരുന്നു, നോക്സങ്ങിൻ്റെ കഥ. നോക്സങ് പഠിപ്പിച്ചായിരുന്നു സാർ. അത് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക് എന്ന് പറയുന്ന കഥയുടെ ആ പാട്ടിൻ്റെ ചരിത്രം, നോക്സങ്ങിൻ്റെ കഥ ലാസ്റ്റ് പാഠത്തിൽ പഠിപ്പിച്ച് കാണും, ശ്രദ്ധിച്ച് കാണത്തില്ല. നോക്സങ് എങ്ങനെയാണ്? നോക്സങ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ആദിവാസി ആളാണ്, ആദിവാസി ഗോത്രക്കാരനാണ്. ഗാരോ, ആസാം മണിപ്പൂർ മേഖലയിലുള്ള ആളാണ്. ഗാര ഗോത്രവർഗ്ഗക്കാരനാണ്. മിഷണറിമാർ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോക്സങ് മാത്രം യേശുവിനെ സ്വീകരിച്ചു, മറ്റുള്ളവർ ആരും യേശുവിനെ സ്വീകരിച്ചില്ല. പെട്ടെന്ന് ഗോത്രത്തലവൻ അവനെ നോക്സങ്ങിനെ പിടിച്ച് ഗോത്രത്തലവൻ മുമ്പിൽ കൊണ്ടിട്ട് പറഞ്ഞു, നിന്റെ 2 മക്കളെ അമ്പ ചെയ്ത് കൊല്ലാൻ പോവാണ്, നിന്റെ 2 മക്കൾ മരിച്ചു വീഴണ്ടെങ്കിൽ നീ യേശുവിനെ തള്ളി പറഞ്ഞ് നീ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അപ്പം നോക്സങ് പറഞ്ഞു, ഒരിക്കലും പറ്റത്തില്ല, എൻ്റെ 2 മക്കൾ മരിച്ചാലും ശരി, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. പെട്ടെന്ന് വിഷം പുരട്ടി അമ്പുകൾ പാഞ്ഞു വന്ന്
നോക്സങ്ങിൻ്റെ 2 മക്കളിലെ നെഞ്ചത്ത് തറച്ചു. 2 മക്കളും പിടഞ്ഞു വീണ് മരിച്ചു. ഉടനെ ഗോത്രതലവും പറഞ്ഞു, എടാ നിൻ്റെ ഭാര്യയെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്. ഭാര്യയും കൊല്ലണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഈ വിശ്വാസം തള്ളി പറഞ്ഞേക്കണം. എൻ്റെ ഭാര്യ മരിച്ചാലും ശരി ഞാൻ തള്ളി പറയത്തില്ല. വിഷം പുരണ്ട അമ്പ് വന്ന് നോക്സങ്ങിൻ്റെ ഭാര്യയുടെ മാറിൽ തട്ടി ഭാര്യയും പിടഞ്ഞു വീണ് മരിച്ചു. അപ്പോഴും നോക്സങ് പാടി, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. അവസാനം ഈ ഗോത്രതലവും പറഞ്ഞു, നിൻ്റെ ഭാര്യയെ കൊന്നു, നിൻ്റെ മക്കളെ കൊന്നു, നിന്നെ ഞങ്ങൾ കൊല്ലും. എൻ്റെ ജീവൻ പോയാലും എനിക്ക് വിഷയമില്ല, എൻ്റെ മുമ്പിൽ കുരിശാണ്, ലോകം എൻ്റെ പുറകിലാണെന്ന് അദ്ദേഹം പാടി. ഇങ്ങനെ, ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക് എന്ന് അദ്ദേഹം പാടി. വിഷം പുരണ്ട അമ്പ് വന്ന് നോക്സങ്ങിൻ്റെ നെഞ്ചിൽ തറച്ച് നോക്സങ് പിടഞ്ഞ് താഴേക്ക് വീണപ്പോൾ ഗോത്രതലവും പറയുകയാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങോ മരിച്ച ഒരുത്തിന് വേണ്ടി അവൻ്റെ മക്കളെയും അവൻ്റെ ഭാര്യയും അവനും ജീവൻ വെടിഞ്ഞെങ്കിൽ അവൻ നിസ്സാരപ്പെട്ട ആളല്ല. അതുകൊണ്ട് ഞാനും നോക്സങ്ങിൻ്റെ യേശുവിനെ സ്വീകരിക്കുന്നു. ഗോത്രത്തലവൻ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഗോത്രവാസികൾ എല്ലാവരും തീരുമാനമെടുക്കും. ഗോത്രത്തലവൻ ഉറക്കെ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. ഉടനെ എല്ലാവരും ചേർന്ന് യേശുവിനെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പാടി. ആ പാട്ടാണ് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. ഒന്ന് പാടിക്കേ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് to follow Jesus, I have decided to follow Jesus, no turning back. ജീവൻ പോയാലും യേശുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, ധീരതയോടെ നിൽക്കും. ഇതാണ് സാക്ഷ്യം. ഗോ ബോൾഡ്. ധൈര്യത്തോടെ പോകണം. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചാൽ, പോടാ ഇതെന്നെ അശുദ്ധമാക്കും, ഞാൻ തൊടില്ല, ധീരതയോടെ പറയാൻ കഴിവുള്ള എത്ര പേരുണ്ടെന്ന് കൈപൂക്കി? ആരും ഒന്നും മിണ്ടുന്നില്ല. കൈ താത്തിട്ടു. ധീരതയോടെ നമുക്ക് പോകണം. നമ്മുടെ ഒരു അച്ഛൻ്റെ മകൾ, അവളുടെ കല്യാണം കഴിഞ്ഞ മാസം, ആരാന്ന് ഞാൻ പറയത്തില്ല. ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഒരു യൂത്ത് ക്യാമ്പിന് സാക്ഷി പറഞ്ഞതാണ്, എൻ്റെ കൂടെയുള്ള എല്ലാ പെൺകുട്ടികളും വെള്ളം അടിക്കും, എന്നെയും വെള്ളം അടിക്കാൻ പ്രേരിപ്പിച്ചു, ഞാൻ കുടിച്ചില്ല, എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ആ ഹോസ്റ്റൽ അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നു. ഞാൻ 1 വർഷം പിടിച്ചു ചെയ്യുന്നത് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ ധീരതയോടെ പിടിച്ചു നിന്നു. ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടികളും വെള്ളം അടിക്കത്തില്ല. ആമേ, ഒരു സ്വത്രം പറഞ്ഞ്. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. യെസ്, ഇതാണ് ബോൾഡ്നസ്, ധീരത. ഇവിടെ ഗോബൽ, എൻ്റെ കർത്താവൻ, ഞാൻ എൻ്റെ യേശു കർത്താവിൻ്റെ ആളാണ്. യേശു കർത്താവ് എൻ്റെ ശരീരം നശിപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ കൊന്നാലും ശരി, ഞാനിവിടെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാനിവിടെ ഒറ്റപ്പെട്ടാലും ശരി, ഇല്ല. ഗോ ബോൾഡ്. ധീരതയോടെ പോകണം. നന്മയ്ക്ക് വേണ്ടി ചാവട്ടടേ, അതല്ലേ നല്ലത്. യേശു കർത്താവ് 33 വയസ്സിൽ മരിച്ചു. 33 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. 70 വയസ്സ് വരെ ജീവിച്ചിരുന്നത് അർത്ഥമുണ്ടോ? എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്തൊരു ഡോക്ടറുടെ മരണത്തിന് ഞാനും പോയിരുന്നു. 63 വയസ്സേ ഉള്ളൂ. ഏഷ്യയിലെ 3 പ്രഗത്ഭ ഡോക്ടേഴ്സിൽ ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെന്നി വരുന്ന അസുഖം എന്ന് പറയുന്ന ഒരു അപസ്മാരത്തിൻ്റെ വിദഗ്ധനാണ്. പക്ഷെ അവിടെ പറഞ്ഞ സാക്ഷ്യം ഇതാണ്. 69 വയസ്സിൽ അദ്ദേഹം മരിച്ചുവെങ്കിലും ലോകത്തിന് പ്രയോജനപ്പെട്ടിട്ടാണ് മരിച്ചത്. ഒരുപാട് പേഷ്യൻസിനെ, അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. 8 വർഷമായിട്ട് ക്യാൻസറായിട്ട് മല്ലു പിടിക്കുകയാണ്. അപ്പം ധീരതയോടെ നമ്മൾ പോവുക, നന്മയ്ക്ക് വേണ്ടി നിൽക്കുക, നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി നമ്മൾ നിൽക്കുക. ഒരുപക്ഷെ നമുക്ക് വേദനിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും, ഒറ്റപ്പെട്ടു പോവും. പതറരുത്. ഗോ ബോൾഡ്. ധീരതയോടെ പോകുക. അപ്പം ആദ്യം പറഞ്ഞ എന്താണ്? ഗോ ബിഗ്. രണ്ടാമത് പറഞ്ഞത് ഗോ ബോൾഡ്. ഓക്കെ, സമയം പോകുന്നു. 3ാമത്തെ ഭാഗത്തേക്ക് പോവാണ്. ഒന്ന് വായിച്ചേ. ഗോ ബിൽഡ്. പണിയാനായി പോവുക. എന്താണ് പണിയേണ്ടത്? ഒരു ചെറിയ ഗെയിം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മോനെ പേപ്പറിങ് കൊണ്ടുവന്നേ. പേപ്പർ, ന്യൂസ് പേപ്പർ എവിടെ ആയിരിക്കുന്നു?
സച്ചി ആ ന്യൂസ് പേപ്പറും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ജയിക്കുന്ന ടീമിന് ഞാൻ സമ്മാനം തരും. ജോഡിയായിട്ടാണ് കടന്നു വരേണ്ടത്. എത്ര പേർക്ക് വേണമെങ്കിലും വരാം. ജോഡിയായിട്ട് വരിക. പ്രായമുള്ള 2 പേരും വരണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. വരിക 2 പേര് 2 ടീമായിട്ട് വരണം. നിങ്ങൾ 2 പേര് വന്നോളൂ. ഓക്കെ, വാ. ഓരോ ഷീറ്റ് പേപ്പർ പിടിക്കുക. അവർ 2 പേര് വരുന്നു. വേറെ ഇവിടുന്ന് ആരാ വരുന്നത്? 2 പേര് വെച്ചു. നല്ല കൈയടിച്ച് വരാത്തവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അനി അടുത്ത ആരാ വരുന്നത്? അതാണ് 2 പേര് വരുന്നു. ഒരു ഷീറ്റ് പേപ്പർ എടുത്തു. ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, ഇനി വേറെ ആരാ? 2 പേര് ഇനി വരാ. സീനിയേഴ്സ് 2 പേര് വരണം. ആരൊക്കെയാണ് കളിക്കാൻ വരുന്നത്? ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ പങ്കെടുക്കാനില്ല. 2 പേര് വരുന്നത്. സേവ്യ സംഘം അമ്മമാരാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളാരും വരുന്നില്ലേ? ഇവിടെ ജയിക്കുന്ന ടീമിന് 100 രൂപ സമ്മാനമുണ്ട്. 100 രൂപ സമ്മാനമാണ്. 100 രൂപ സമ്മാനം. ആര് വരും? വാ. 2 പേര് വരുന്നു. അവർ 2 പേര് വരുന്നു. ഗെയിം വരികയാണ്. പത്രങ്ങൾ പിടിക്കുകയാണ്. ഇനി ആരാ വരുന്നത്? ഇവർ എത്ര പേർ വരാം? 100 രൂപയെന്ന് കേട്ടപ്പോൾ എല്ലാവരും വരികയാണ്. വള കമോൺ വന്നു. എല്ലാവരും ഈ ഗെയിമിൽ പങ്കെടുക്കണം. പിടിച്ചോളൂ. നല്ല രസകരമായൊരു ഗെയിമാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അവസരം കിട്ടിയില്ലെന്ന് പറയരുത്. ഇല്ല, പെൺകുട്ടികൾ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ആരാ വരുന്നേ? അപ്പോൾ നിങ്ങൾ 2 പേര് വന്നു. അതാണ്ട് 2 പേര് വന്നു. പിടിച്ചോ. എഴുന്നിട്ട് വാടോ. ഇത് ഗെയിമല്ലേ. ഇനി ആരാ വരുന്നത് ഗെയിം പങ്കെടുക്കാൻ? അവൾക്ക് വരണ താല്പര്യമുണ്ട്. ഫേസ് കണ്ടപ്പോഴും നിങ്ങളോട് വന്നേ. ഓടി വന്നേ. കണ്ടോ, എനിക്കറിയാം. ഫേസ് കാണുമ്പോഴേ അറിയാം എൻ്റെ കൂടെ ഒരാളോട് ഞാനിവിടെ വന്നേനെന്ന്. വന്നു. അവർ ഈ ഗെയിമിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നല്ല രസകരമായ രീതിയിൽ ക്ലാപ്പൊക്കെ കൊടുക്കണം. ഓടി വന്നേ. യെസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അവസരം കിട്ടിയില്ലെന്ന് പറയരുത്. സീനിയേഴ്സ്, കുറച്ചും കൂടെ സീനിയേഴ്സ് എന്ത് ചെയ്യണം? വൈസ് പ്രസിഡന്റ് കൂടെ ഒരാളെ കൂടെ വിളിച്ചോണ്ട് പോരെ. ആരാ വരുന്നത്? ആര് വേണമെങ്കിലും വരാം. പുരുഷനോ സ്ത്രീയോ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. വൈസ് പ്രസിഡന്റ് ഒരാളെ എനിക്കറിയാം. ഒരാളെ വന്നേ. ഒരാളെ വിളിച്ചോണ്ട്. അതാണ്ട് 2 വിളിച്ചോണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് വരുന്നു. അതാണ്ട് സച്ചി ഇതെല്ലാം എയർ ചെയ്യാനുള്ള പരിപാടിയാണ്. കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഓൺലൈൻ തോന്നുന്നു. ഇതല്ല ഗെയിം. നിങ്ങൾ കുറച്ചും കൂടെ പുറകോട്ട് നിൽക്കുക. എൻ്റെ കമ്പ്യൂട്ടർ അഡ്ജസ്റ്റ് നിൽക്കുക. ഈ ഗെയിമിൻ്റെ റൂൾസ് പറയുന്നു. ഈ ഗെയിംസിൻ്റെ റൂൾസ് പറയുകയാണ്. അതായത് 2 ഓട്ട മത്സരമാണ്. ഒരാൾ പത്രം ഇങ്ങനെ വച്ചു കൊടുക്കും. ഒരാളിങ്ങി വന്നേ. വാ. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം അച്ഛൻ്റെ അടുത്ത് പോയി ജയിക്കുന്ന ആളാണ് സമ്മാനം. സമയം നോക്കണം. സമയം നോക്കി 2 ടീം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2-3 ടീമിന് നിൽക്കാം. അച്ഛൻ്റെ ഇടം വരെയാണ് ഫിനിഷിങ്. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ വയ്ക്കും. എളുപ്പം ചാടിക്കൂ. ഇവിടെ ഇങ്ങനെ ചാടണം. ഉണ്ടോ? ഓക്കെ, ചാടിക്കൂ. ഓക്കെ, അടുത്ത പേപ്പർ 2ആയിട്ട് കീറിക്കോണേ. 2ആയിട്ട് കീറിയിട്ട് അടുത്ത പേപ്പർ ഞാൻ വെച്ച് കൊടുക്കും. ചാടിക്കോ. ഓക്കെ, ചാടിക്കോ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരാൾ പേപ്പർ വെച്ച് കൊടുക്കും. ഒരാൾ ചാടി എത്രയും പെട്ടെന്ന് എത്ര അകലത്തിൽ ചാടാമോ അത്രയും ചാടിച്ച് ജയിക്കുന്ന ടീമിനാണ് സമ്മാനം. ഗെയിം മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ 3 പേര് ഗ്രൂപ്പിലേക്ക് വന്നു. ഒരാൾ ഇവിടെ വന്നു, ഒരാൾ ഇവിടെ നിന്നോളൂ, ഒരാൾ 3 പേര്. ആദ്യം ഇവരെ 3 പേരെ തുടങ്ങുകയാണേ. സമയം എബ്രാ സാറേ സമയം നോക്കിക്കോണം മൊബൈലിൽ. ഓക്കെ, ഇച്ചിരി ഇങ്ങോട്ട് ബാക്കിലോട്ട് നിന്നു. കുറച്ചുകൂടെ പുറകോട്ട് വെച്ചാൽ ഇച്ചിരി കുറച്ചുകൂടെ പുറകോട്ട്. അച്ഛനെ പോയി പിടിക്കുക എന്നുള്ളതാണ്. അച്ഛനെ പിടിച്ച് കസാര വേണ്ടി തള്ളി തറയിടുന്നുള്ളത്. പിന്നെ എനിക്ക് സോണിയച്ചൻ ഇല്ലാതായിപ്പോ. നിങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് സോണിയച്ചൻ ഇല്ലാതായിപ്പോ. ഇങ്ങോട്ട് കുറച്ച് അച്ഛൻ്റെ ഇടം വരെ പോകണം. ശരി, റെഡി ആയി. നിങ്ങൾ 2 പേർ ടീം റെഡി ആയല്ലോ. ഒരാൾ കൂടെ വന്നു. സമയം കഴിഞ്ഞ് ഔട്ടാണ്. ഓക്കെ, തുടങ്ങാം. നിങ്ങൾ 2 പേരും സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ 2 സെറ്റ് ചെയ്തോളൂ. ഓക്കെ, ഒരാൾ വെച്ചു കൊടുക്കുന്നു, ഒരാൾ ചാടുന്നു. ആദ്യം അച്ഛനടുത്ത് വരുന്ന ആരാന്നുള്ളതാണ് നമ്മുടെ ഗെയിം. നോക്കാം. റെഡി പണ്ടത്തിൽ പറയാം. മോനെ ഒരേ ലെവലിൽ വെച്ചു. ഒരേ ലെവലിൽ.
യെസ്. Disconnected. 1 2 കറക്റ്റ്. 1 2 3 സ്റ്റാർട്ട്. ചാടിക്കോ. എളുപ്പം വേണം, എളുപ്പം വേണം. എളുപ്പം വേണം, എളുപ്പം വേണം, എളുപ്പം വേണം. കാല് തറയെ പോകരുത്, കാല് തറയെ പോകരുത്, കാല് തറയെ പോകരുത്. കാല് തറയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്, നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തൊന്ന് പരിപാടി ഇതാ. കാല് തറയെ പോകരുത്. ചാടി വീഴരുത്, ചാടി വീഴരുത്, ചാടി വീഴരുത്. അച്ഛാ, ആരാണ് ജയിച്ചത്? ഏത് സമയത്തിന് എത്ര സമയം ഒന്ന് നോട്ട് ചെയ്യണം സാറേ. ജയിച്ച ടീം അവിടെ ജയിച്ച ആരാ അച്ഛാ? നിങ്ങളുടെ ടീമിൻ്റെ പേരെന്തുവാ? അല്ല, ഒരു പേരെന്താ മോടെ? ടാസ്ക് എത്ര സെക്കൻഡ് ആയിരുന്നു? 20 സെക്കൻഡ്. അടുത്ത ഗ്രൂപ്പ്, അടുത്ത 3 ഗ്രൂപ്പ് വന്നോ. എളുപ്പം സമയമില്ല, സമയം കളയാനില്ല. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അടുത്ത റൈറ്റ്. ഒരു ടീം കൂടെ 3 ടീം. ഓക്കെ. 3 ടീം മതി, ബാക്കി 3 പേര് പുറന്നേക്കുക. ഇപ്പം ടാസ്ക് 60 സെക്കൻഡിൽ ജയിച്ചു. അടുത്ത ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ആരാ നോക്കാം. തുടങ്ങട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. തറയെ പോയ ഔട്ടാണ്, തറയെ പോയാൽ ഔട്ടാണ്. തറയിൽ പോയാൽ ഔട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ടീമിൻ്റെ ഒരു പേരിട്ട്, നിങ്ങളുടെ പേര് ടീം എന്താണ്? ഗ്രൂപ്പിന് പേര് സാത്താണെന്നോ? ആപ്പിൾ ഗ്രൂപ്പിന് എത്ര സെക്കൻഡായി സാറേ? 17 സെക്കൻഡ് കൊണ്ട് അവരെത്തി. ആപ്പിൾ ടീം 17 സെക്കൻഡ് എടുത്തു. അടുത്ത 3 ടീം ആരാ? നിങ്ങൾ 3 പേര് ബാക്കി നിൽക്കുന്ന 3 ടീം ആരൊക്കെയാണ്? തീർന്നെന്ന് തോന്നുന്നില്ലേ? തീർന്നു. ഓക്കെ, ഇവിടെ നിന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. റൈറ്റ്. പേപ്പറിൽ നിന്ന് ഔട്ടായാൽ ഫൗളാണ്. അപ്പം പേപ്പറിൽ നിന്ന് ഇൻകേസ് കാല് വെളിയിൽ പോയാൽ നമ്മൾ ഔട്ടാവും. ഓക്കെ, 2 ഗ്രൂപ്പേ ഉള്ളോ? 2 ഗ്രൂപ്പേ. ഓക്കെ, തുടങ്ങാം. റെഡി 1. നമ്മുടെ വമ്പിച്ച ടീമാണ്, സീനിയർ ഗ്രൂപ്പാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഔട്ടായി പോയി. അപ്പം അവിടെ എത്ര ടീമിനാണ് ജയിച്ചേ? 17 സെക്കൻഡ്. അപ്പം നിങ്ങൾ ജയിച്ച 3 ടീം ഒരുമിച്ച് വരിക. അവിടെ ജയിച്ച 3 ടീം മുമ്പോട്ട് വരിക. ഇതിനകത്ത് ജയിക്കുന്ന ടീമിനാണ് നമ്മൾ സമ്മാനം. ജയിച്ച 3 ടീം ഇവിടെ വരികയാണ്. ഇനി ഇതിനകത്ത് ഏതാണ് നമ്മൾ ജയിക്കുന്നത് നമ്മൾ നോക്കാം. നമ്മൾ ബാക്കിയുള്ളവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, റെഡി. തുടങ്ങി, പരിപാടി തുടങ്ങാം. യെസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഔട്ടായാൽ പോയി. ഔട്ടായി. തറയെ പോയില്ലേ? കാല് തറയെ പോയി. പോയി. ജയിച്ചേ? ഏത് ടീമാണ് ജയിച്ചേ? ആപ്പിൾ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ ഗെയിമിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി. എന്തോ 14 സെക്കൻഡിൽ അവർ ജയിച്ചു കഴിഞ്ഞു. 14 സെക്കൻഡിൽ 100 രൂപ സമ്മാനം വേണ്ടേ? എൻ്റെ 100 രൂപ ഇല്ല. സമ്മാനം കൊടുക്കുക. ഞാൻ തരും 100 രൂപ സമ്മാനം. റൈറ്റ്. ഓക്കെ, താങ്ക് യു. ആപ്പിൾ ടീമിന് അഭിനന്ദനങ്ങൾ. 100 രൂപ ഞാൻ തരും. എൻ്റെ ചില്ലറ ഇല്ല കേട്ടോ. 100 രൂപ തരും. ഓക്കെ, പോയിരിക്കുക. ഓക്കെ, നന്നായി. ഇതൊരു രസകരമായൊരു ഗെയിമായിരുന്നു. നമ്മൾ പറഞ്ഞത് ഗോ ബിൽഡ് എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു കൊച്ചു പേപ്പർ ഇരിപ്പുണ്ടല്ലോ, തന്നെ ബാക്കി പേപ്പർ വെച്ചോളൂ. ഗോ ബിൽഡ്. നമ്മൾ നിർമ്മിക്കാനായി പോകണം എന്നുള്ളത്. കർത്താവ് പറയുന്ന, ആയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും സ്നാനം കഴിപ്പിച്ച് ഞങ്ങൾ കൽപ്പിച്ച പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളൊരു ബിൽഡിംഗ് ആണ് കർത്താവ്. ഒരു എന്തോ പണിയാൻ പോവുകയാണ്, നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഗോ ബിൽഡ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1,
സച്ചിൻ ഇത് പോയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടിരുന്നത് ലെറ്റ്സ് ഗോ ബിഗ്, ഗോ ബോൾഡ്, പിന്നെ പറഞ്ഞതാണ് ഗോ ബിൽഡ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ബിൽഡ് ഓൺ ഗോഡ്സ് വേഡ്. നമ്മൾ പണിയപ്പെടേണ്ടത് ദൈവവചനത്തിലാണ് പണിയപ്പെടേണ്ടത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിഗാർഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം അനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്യുക. 2, ബിൽഡ് ഓൺ പ്രയർ. പ്രാർത്ഥനയിലൂടെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പ്രാർത്ഥനയിലൂടെ വേണം നമ്മളിത് ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, 1 ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഫോർ ബിൽഡ്, ഗോ ബിൽഡ്. പ്രാർത്ഥനയിൽ നമ്മളിത് ബിൽഡ് ചെയ്യുക. ദെൻ ബിൽഡ് യുവർ ടീം ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. നിങ്ങളൊരു ടീം, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ടീമിനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഗെയിം നമ്മൾ കളിച്ചു. ഒരാൾ വച്ചു കൊടുക്കുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു? ചാടുന്നു. ഇതാണ് നമ്മുടെ ഗെയിം. ആം ഐ കറക്റ്റ്? യെസ് ഓർ നോ? യെസ്. നിങ്ങളുടെ ഒരു നന്മ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ചാടുന്നാക്ക് എപ്പോഴും എന്ത് വരും? ഇങ്ങനെ ചാടുന്നാക്ക് എന്ത് വരും? ക്ഷീണം വരും. മറ്റാകെ വച്ചു കൊടുത്താൽ മതി. പക്ഷെ ചാടുന്നാക്ക് എന്ത് വേണം? എന്ത് പറ്റും? എന്തുണ്ടാവും? ക്ഷീണം ഉണ്ടാവും. ഞാൻ ഒരാൾ ചാടണമെന്നല്ല പറഞ്ഞോളൂ. അപ്പം അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ മറ്റേ ആൾക്ക് വച്ചിട്ട് ഇയാൾക്ക് ചാടിക്കൂടെ? സോർണോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല? ചെയ്തൂടെ? അങ്ങനെ എത്ര പേര് ചിന്തിച്ചു? ഏതാ? യെസ്. ഇങ്ങനെയാണ് ഞാൻ നിർമ്മിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ടീമിൽ, യേശുവിൻ്റെ ടീമിൽ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ടീമുണ്ടോ? സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ? സ്കൂളിൽ, ഹോസ്റ്റലിൽ? ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെ ഇങ്ങനെ ഒന്ന് കരുതാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ കരുതലിലൂടെയാണ് ടീം സെറ്റ് ചെയ്യേണ്ടത്. നീ എന്നോട് ഇത്രയും നേരം ചാടി, ഇനി നീ ഒരു കാര്യം, നീ എനിക്ക് വെച്ച് ഞാൻ ചാടാം എന്ന് പറയാനുള്ളൊരു നന്മയുടെ ഭാവം നമ്മളില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും? ഒരു ടീമിൽ നമ്മളെപ്പോഴും ഒരു കൂട്ടുപ്രവർത്തനമാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ പരസ്പരം ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇപ്പം നിങ്ങൾ യൂത്ത് ലെവലിൽ മാത്രമല്ല, നിങ്ങൾ ഫാമിലി, നാളെ ഭാര്യാഭർത്താക്കന്മാർ, നിങ്ങൾ നാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാന്ന് തോന്നിപ്പിട്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ നാളെ വിവാഹം കഴിക്കുമ്പോഴും എല്ലാം ഭർത്താവ് തന്നെ ചെയ്തിട്ട് ഭാര്യ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു കാര്യം ഭംഗിയാവുന്നത്. യെസ് ഓർ നോ? ആരും ഒന്നും മിണ്ടുന്നില്ല? യെസ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ബ്രദറും സിസ്റ്ററും തമ്മിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ട്. മീൻ വെട്ടുന്ന ആരാ? പാത്രം കഴുകുന്ന ആരാ? പെങ്ങളല്ലേ? നീയാണ് കഴുകുന്നത്. പോട്ടെ, അത് രസമാണ്. പാത്രം കഴുകുന്നതെല്ലാം പെണ്ണുങ്ങളുടെ പരിപാടിയാണ്. മുറ്റം തൂക്കുന്നതെല്ലാം ആരുടെ പരിപാടിയാണ്? മീൻ വെട്ടുന്ന സ്ത്രീകൾക്കുള്ളതാ, പുരുഷന്മാർ അതിനകത്തില്ല. കടയിൽ പോകുന്നതോ? ആണുങ്ങളുള്ളപ്പോൾ പെണ്ണുങ്ങൾ എന്നിട്ടാ കടയിൽ വിടുന്നേ? അത് ആണുങ്ങളുടെ പരിപാടിയാണ്. ഏതാ? കടയിൽ പോകുന്ന പരിപാടി. പെണ്ണുങ്ങൾ പോകാറില്ല. ഞങ്ങളിവിടെ മീൻ വെട്ടിയും മുറ്റം തൂത്തും പാത്രം കഴുകി ജീവിക്കുക. എന്നാൽ ആണുങ്ങൾക്ക് പാത്രം കഴിയാൻ വിഷയമുണ്ടോ? പെണ്ണുങ്ങൾ കടയിൽ പോയ വിഷയമുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല?
ആൺകുട്ടികൾക്ക് നേഴ്സായ വിഷയമുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഷെയറിങ് ആണ് എപ്പോഴും. ഷെയറിങ്. നീ ഇല്ല ഇത്ര നാളും പാത്രം കഴിയും, ഒരു കാര്യം ഞാൻ ബാക്കി കഴിവാം എന്ന് പറയാൻ ചങ്കൂറ്റ ആണുങ്ങൾ കൊണ്ടാണോ? സ്കൂളിൽ ചെല്ലുമ്പോൾ നീ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇത്ര എഴുതിയ, ഞാൻ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഹോംവർക്ക് എഴുതി കഴിഞ്ഞു, ഞാനൊന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നിനക്ക് ഒത്തിരി എഴുതാറുണ്ടല്ലോ, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്ത് 2 പ്രാവശ്യമായി കഴിയുമ്പോൾ പറയും, എടി ഇത്രയും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അപ്പം പറയണം, യേശു എന്നെ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. യേശു എന്നെ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ്? ഗോ ബിൽഡ്. നമ്മളൊരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പോകണം. നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ടീം നമുക്കുണ്ടാവണം. ഗോ ബിൽഡ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. 1 മണി കഴിഞ്ഞു. ലാസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഉറക്കെ വായിച്ചേ. ഗോ ബിയോണ്ട്. ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോഴേ ജേക്കബ് സാറിൻ്റെ കുറേ മെഴുകുതിരി ചോദിച്ചായിരുന്നു. ഒരാൾ ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് സഹായിക്കാൻ വരണം. ആർക്ക് വേണമെങ്കിലും വരാം. ഇച്ചിരി പ്രായമുള്ള ആൾ വരട്ടെ. പ്രായമുള്ള ഒരാൾ വരണം. അത് ആരെങ്കിലും ഒരാൾ. യൂസ് വന്നാൽ മതി. പ്രായമുള്ള പേരൻസ് ഒന്നും പറയണ്ട. യൂസിൽ ആരെങ്കിലും ഒരാൾ, പ്രായമുള്ള ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വരിക. മോനെ ഒരു മെഴുകുതിരി എടുത്ത്, ആ മെഴുകുതിരി എല്ലാം ഇങ്ങ് എടുക്കുക. ഗോ ബിയോണ്ട്. യെസ്. ഇത് കത്തിക്കാൻ എങ്ങനെ മാർഗം? തീപ്പെട്ടി ഉണ്ടല്ലോ, ഇത് പിടിച്ചു. ഒരു മെഴുകുതിരി എടുത്തു. യെസ്. ഫാൻ ഇവിടെ കത്തിക്കുമ്പം വേണ്ട എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ഫാനും ഓഫ് ചെയ്തു. ഈ മെഴുകുതിരി കത്തിക്കാൻ പോവാണ്. കത്തിച്ചിട്ട് ഞാൻ അവന് കൊടുക്കും. അവൻ്റെ പേരെന്തോ? മോൻ്റെ പേരെന്തോ? ഡിറ്റോ. ഏതാ? ടിറ്റോ. നെറ്റോ. ഓ, ഭയങ്കര പരിപാടിയാണ്. നെറ്റോയ്ക്ക് ഈ പിടിച്ചു. ഈ മെഴുകുതിരി ഞാൻ കത്തിച്ചു കൊടുക്കുകയാണ്. എന്താണ് നെറ്റോ ഇത് ചുമ്മാ വെറുതെ. പണ്ടേ നമുക്ക് പരിചയമില്ലേ, വീഡിയോ കത്തിച്ച് പരിചയമില്ലാത്തതുകൊണ്ടേ. ഇത് കത്തിക്കുന്ന അച്ചാനെ വേണം. അപ്പം നെറ്റോ നെറ്റോയുടെ കയ്യിൽ ഞാനൊരു മെഴുകുതിരി കൊടുക്കുകയാണ്. നിനക്ക് എത്ര ദൂരം പോകാമോ അത്രയും ദൂരം ഈ മെഴുകുതിരിയും കത്തിച്ച് പോവുക. പൊയ്ക്കൂ, നിന്റെ പാട്ട് വിട്ടിരിക്കുന്നു. മെഴുകുതിരി അണയാതെ നിനക്ക് എത്ര ദൂരം പോയി നിൽക്കാമോ അത്രയും ദൂരം പോയി നിൽക്കുക. നെറ്റോ എവിടെ പോയി നിൽക്കുന്നത് നോക്കുക. ഈ പള്ളി കോമ്പൗണ്ട് വിട്ടു പോകാൻ പാടില്ല. എത്ര ദൂരം പോയി നിൽക്കാമോ അത്രയും ദൂരം പോയി നിൽക്കുക എന്നുള്ളതാണ്. എടേ എല്ലാവരും ഓരോന്ന് എടുത്തു. എല്ലാവരും ഓരോന്ന് എടുക്കുക. എവരിബഡി ടേക്ക്. ഇത്രയേ ഉള്ളൂ അച്ഛാ, ഇപ്രാവശ്യം മെഴുകുതിരി ഇത്രയേ ഉള്ളൂ. ഇവർക്ക് എല്ലാവർക്കും ഓരോന്ന് വേണം. അണഞ്ഞു പോയോ? ശേ അച്ഛാ ഒന്ന് കത്തിച്ചു കൊടുത്തില്ല അച്ഛാ. അത് ആ മെഴുകുതിരി അണഞ്ഞു പോയി. അണയാതെ വേണം പോകാൻ. ഫാൻ ഓഫ് ചെയ്യുക. പിള്ളേരെ എടുത്തോളൂ. എല്ലാവരും എടുക്കുക. പാസ് ചെയ്യുക. എല്ലാവരും എടുക്കുക. നെറ്റോയ്ക്ക് ഇഷ്ടമുള്ള എവിടം വരെ പോവാം. കത്തിച്ചോണ്ട് പോകണം. എല്ലാവർക്കും ഓരോ മെഴുകുതിരി ബാക്കിയുള്ളത് വരുന്നുണ്ടേ. നെറ്റോയ്ക്ക് അത്രയും ദൂരം പോകണോ? റൈറ്റ്. ചെരുപ്പിടരുത്. ഒരു ഓക്കെ. നെറ്റോയ്ക്ക് എത്ര ദൂരം പോകാം അത്രയും ദൂരം പോവാം. പോട്ടെ. എല്ലാവർക്കും കിട്ടിയല്ലോ. ഈ നെറ്റോ എവിടെ പോയി നിൽക്കുന്നത് നോക്കിക്കോണേ. നെറ്റോയുടെ മനസ്സിന് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിന്നോണം കേട്ടോ. നിർത്തി. യെസ്.
ബാക്കിയുള്ളവർ നെറ്റോടെ പുറകെ ഇങ്ങനെ ലൈനായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയി കത്തിച്ച് നിൽക്കാം, ലൈൻ അടിച്ച് ഇങ്ങനെ നിൽക്കാം, എവിടെ വേണമെങ്കിൽ നിൽക്കാം. നെറ്റോടെ ഒന്ന് കത്തി വാങ്ങിച്ച് എല്ലാവർക്കും മെഴുകുതിരി കിട്ടിയില്ലേ? പൊയ്ക്കോ, ഇവിടെ ഒന്നുമില്ല, എല്ലാവരും കത്തിച്ചിട്ട് നെറ്റോടെ ഇങ്ങനെ ലൈനായിട്ടൊക്കെ നിൽക്കുക. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നല്ല അച്ഛൻ്റെ മെഴുകുതിരി ഉണ്ട്. തീരുവാണേച്ചാ? ഓക്കെ യെസ്, എല്ലാവരും കത്തിച്ച് എന്നെ ഫേസ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കണം. എല്ലാവരും കത്തിച്ചിട്ട് എന്നെ ഫേസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ലൈനായിട്ട് നിന്നു, നോ പ്രോബ്ലം. രസകരമായി നിൽക്കുക. എന്നെ നോക്കി നിൽക്കണേ. യെസ്, എല്ലാവർക്കും എന്നെ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ. ഗോ ബിയോണ്ട് എന്നാണ്, നമ്മൾ അപ്പുറത്തേക്ക് പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇടേ അപ്പുറത്തേക്ക് പോകുക. ഗോ ബിയോണ്ട് എന്ന് പറയാൻ എന്താ അർത്ഥം? അപ്പുറത്തേക്ക് പോകുക. എന്നെ നോക്കിയിരിക്കെ, കത്തിച്ചോ, അപ്പുറത്തേക്ക് പോകുക എന്നാണ്. പക്ഷേ നെറ്റോ എവിടം വരെ പോയുള്ളൂ? എന്താണ് അവിടെ കൊണ്ട് നിർത്തിയത്? നെറ്റോ ആൻസർ മീ. അവിടെ നിർത്തിയത് എന്തുകൊണ്ടാണ്? അല്ല, ഉറക്കെ പറഞ്ഞോളൂ. വെളിയിലോട്ട് പോകണ്ടെന്ന് വെച്ചു. കാരണം ചൂടാണ്, വെയിലാണ്, വെയിലത്ത് പോയി നിൽക്കേണ്ടി വരും. ആമേ കറക്റ്റ്? യെസ് ഓർ നോ? യെസ്. കാല് പൊള്ളും. അപ്പം അവിടം വരെ മതി എന്ന് കർത്താവ് ഇത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് ലോകത്തിൻ്റെ എൻഡ് ഓഫ് ദ വേൾഡ്, അറ്റത്തോളം എന്നാ പറഞ്ഞേ. ആദ്യം വീട്, പിന്നെ ചുറ്റുപാട്, പിന്നെ രാജ്യം, പിന്നെ ഭൂഖണ്ഡം. അങ്ങനെ നിനക്ക് എവിടം വരെ പോകാമോ അവിടം വരെയും പോകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഗോ ബിയോണ്ട് യുവർ കംഫർട്ട്. അവിടെ ചൂടുണ്ടാവും, മഴയുണ്ടാവും, മഞ്ഞുണ്ടാവും, മുള്ളുണ്ടാവും. ഐ ഡോണ്ട് കെയർ, ഐ വിൽ ഗോ. ഞാൻ പോകും. ചൂടിൻ്റെ കാല് പൊള്ളിക്കോട്ടെ, ഞാൻ പോകും. ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാതെ മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഞാൻ എഴുതിത്തരാം. കംഫർട്ട് സോണിൽ നിന്ന് രക്ഷപ്പെടാൻ യൂത്ത് തയ്യാറായില്ലെങ്കിൽ യൂത്ത് രക്ഷപ്പെടൂല. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ രക്ഷപ്പെടാൻ തയ്യാറാവണം. നിങ്ങൾക്ക് AC ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്കൂട്ടർ ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. നടന്നു പോകാൻ നിങ്ങൾക്ക് തയ്യാറല്ല. കട്ടിലും മെത്തയും തലങ്ങണയും ഉണ്ടെങ്കിലേ ഉറക്കം വരത്തുള്ളൂ. തറയിൽ കിടക്കാൻ തയ്യാറല്ല. എന്നും രാവിലെ മുട്ട പുഴുങ്ങിയതും ഏത്തക്കയും പൊറോട്ട ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളൂ. പഴങ്ങഞ്ഞു കുടിക്കാൻ തയ്യാറല്ല. ഒരു നേരം ആഹാരം കഴിക്കാതെ പള്ളിയിലിരിക്കാൻ തയ്യാറല്ല. യു ആർ നോട്ട് റെഡി. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ കുറ്റം പറഞ്ഞതല്ലേ. എൻ്റെ കംഫർട്ട് സോണിനപ്പുറത്തേക്ക് പോകാൻ പട്ടിണിയാണോ റെഡി? നിങ്ങൾ ഒന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിലൊരു സ്ഥലത്ത് ക്യാമ്പ് എടുക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൽ കഴിക്കാൻ പോയി. ആ കഴിക്കാൻ പോയ വീട്ടിലെ പെൺകുട്ടി ഒരു എയർ ഹോസ്റ്റസാണ്. വീട്ടിൽ കയറിയപ്പം ചങ്ക് പറഞ്ഞു പോയി. ചാലിലാണ് താമസിക്കുന്നത്. ചാലെന്ന് പറഞ്ഞാൽ ബോംബെയിൽ ചാലുകളുണ്ട്, ഒറ്റ മുറി, അമ്മ, അപ്പൻ, അവള്, പെങ്ങള്. ഈ ചാലിലുള്ള 100-200 വീട്ടുകാർക്ക് ഒറ്റ ബാത്റൂമാണ്. അവിടെ നിന്നുകൊണ്ടാണ് എയർ ഹോസ്റ്റസ്. ഇവിടെ ചാലിൽ താമസിക്കുന്ന പെൺകുട്ടി എയർ ഹോസ്റ്റസ് ആയെങ്കിൽ നിങ്ങൾക്ക് ഓരോ മുറിയിൽ ഓരോ ബാത്റൂമുണ്ട്. ബസ് സ്റ്റാൻഡിൽ ബാത്റൂമിൽ പോകാൻ പറഞ്ഞാൽ തറയെ കിടക്കാൻ പറഞ്ഞാൽ നോ. ചൂട്, പൊള്ളും. നിങ്ങളുടെ കംഫർട്ട് സോണിനപ്പുറത്തേക്ക് പോകാൻ കർത്താവ് നിങ്ങളോട് ആജ്ഞാപിക്കുക. എന്നാലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളിത് ബൈക്ക് മേടിക്കാൻ പറഞ്ഞ ഉടനെ പറയുന്ന ഒറ്റ ബുള്ളറ്റിൻ്റെ മറ്റേ സാധനം എന്തിനാണ്? ബൈക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ലേ? ഇതാണ് കാർബൺ ലെൻസ്. ലൈറ്റ് ഉണ്ടെങ്കിലേ പഠിക്കത്തുള്ളൂ. പേഴ്സിൽ ഒന്ന് കാണിക്കുക. എൻ്റെ ഇവിടെ ഇത്രയും ഭാഗം പൊള്ളിയ പാടിപ്പോഴും കാണും. കൊച്ചാളിൽ വിളക്ക് കത്തിച്ച് അമ്മയ്ക്ക് വെള്ളം കോരാൻ പിടിച്ചു കൊടുത്തപ്പോൾ ഉടുപ്പ് കത്തി പൊള്ളിപ്പോയതാണ്. അതിനിപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മുടെ കംഫർട്ട് സോണിന് ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. തയ്യാറായാൽ നിങ്ങൾ ലോകത്തെ കീഴടക്കും.
ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. ഗോ ബിയോണ്ട് യുവർ ബോർഡേഴ്സ്. അതിരുകൾക്കപ്പുറം നിങ്ങൾ പോകാൻ സാധിക്കണം. അതിരുകൾക്കപ്പുറം. മർത്തോമ സഭയിൽ ഞാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ടാണ്. ചിലരുണ്ട്, ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ സഹായിക്കുന്നത് ഇടതുപക്ഷത്തിലുള്ള ആളുകളെ മാത്രം. വലതുപക്ഷ പാർട്ടി സഹായിക്കുന്നത് വലതുപക്ഷത്തിൽ അവൻ്റെ പാർട്ടിയിലുള്ള ആളുകളെ മാത്രം. BJP സഹായിക്കുന്നത് BJPയിലുള്ള ആളുകളെ മാത്രം. മർത്തോമക്കാരൻ സഹായിക്കുന്നത് മർത്തോമക്കാരെ, ഒരു ഹിന്ദുവിനെ സഹായിക്കത്തില്ല. ഗോ ബിയോണ്ട് ബോർഡേഴ്സ്. അതിരുകൾക്കപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. ഗോ ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ. കഷ്ടപ്പെടാൻ തയ്യാറാവണം. റൈറ്റ്, ഗോ ബിയോണ്ട്. അതാണ് ലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാണ്. ഗ്രഹാം സ്റ്റെയിൻസിന് അവിടെ കിടന്നാൽ മതി, ഇവിടെ ഒന്ന് ചാവണ്ട. മദർ തെരേസയ്ക്ക് അവിടെ സുഖമായിട്ട് കന്യാസ്ത്രീയായിട്ട് ജീവിക്കാം. ഇവിടെ വന്ന് കുഷ്ഠം പിടിച്ച് കുഷ്ഠരോഗിക്ക് ജീവിക്കേണ്ട കാര്യമില്ലേ? യെസ്, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ത്യജിക്കാൻ തയ്യാറായാൽ, ബോർഡർ, ചില ബോർഡർ ഉണ്ടല്ലോ, ഒരു അതിർവരമ്പുകൾ, ഇതൊക്കെ വച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ പറ്റില്ല. ഗോ ബിയോണ്ട് യുവർ ബോർഡേഴ്സ്. ദെൻ ഗോ ബിയോണ്ട് ടുഗദർ. ഒരുമിച്ച് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഗോ ബിഗ്. 2, ഗോ ബോൾഡ്. നമ്പർ 3, ഗോ ബിൽഡ്. നമ്പർ 4, ഗോ ബിയോണ്ട്. എല്ലാവരും മെഴുകുതിരായിട്ട് തിരിച്ചു വരാം. അണയ്ക്കരുത്, മെഴുകുതിരായിട്ട് തിരിച്ചു വന്ന് ഇവിടെ നിൽക്കാം. ഗോ ബിയോണ്ട്. ഞാൻ നെറ്റോടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് നെറ്റ് അങ്ങ് പള്ളിയുടെ അങ്ങ് മൂലയ്ക്ക് പോകുന്നു. ഈ അതിർവരമ്പുകൾ പള്ളിയുടെ ഭിത്തിയും ഭേദിച്ച് ചൂടും ഭേദിച്ച് കാല് പൊള്ളി നെറ്റോ ആ മൂലയ്ക്ക് പോയി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നെറ്റോ പോയി നിന്നില്ല. നെറ്റോ എന്ന് മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ യൂത്തുകൾ ആരും ഇന്ന് പോകത്തില്ല. യൂസും ഈ പറയുന്ന ഞാൻ പോലും ചിലപ്പം പോകുന്ന രീതിയിൽ അത്രയ്ക്ക് നമ്മൾ കംഫർട്ട് സോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് പാടില്ല. ഇപ്പം ഗോ ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയണം. യെസ്, ഇവിടെ നിന്ന് ഉറക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നിൽക്കുകയാണ്, നിങ്ങളുടെ കയ്യിലെല്ലാം മെഴുകുതിരിയുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളിച്ചത്തെക്കുറിച്ച് ഒരു വാക്ക് എല്ലാവരും പറയണം. എന്തെങ്കിലും പുതിയൊരു സാധനം പറയണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളിച്ചമാണ്, ലൈറ്റാണ്. ഈ ലൈറ്റിനെ കുറിച്ച് ഒരു കാര്യം ഒരാൾ പറഞ്ഞത് പറയരുത്. പുതിയതെന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം. പുതിയതെന്തെങ്കിലും, ലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും പുതിയൊരു സാധനം പറയാം. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുക്കുക. ഒരാശയം പറഞ്ഞു, സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുക്കുക. ഗോ ബിയോണ്ട് ദ ബോർഡർ, ഇല്ലേ? കംഫർട്ട് സോൺ. സ്വയം ഉരുകുന്നു. ഇനി എന്ത് വേണമെങ്കിലും പറയാം. ഒന്ന് പറഞ്ഞു, ഇനി വേറെ ആർക്കെങ്കിലും എന്താശയം വേണമെങ്കിലും പങ്കുവയ്ക്കാം. എനി സജഷൻ, പുതിയ ആശയം, ലൈറ്റിനെ കുറിച്ചൊരു പുതിയ ആശയം, എന്തും പറയാം. നോ പ്രോബ്ലം. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും പറയാം. അണഞ്ഞു പോയി എന്തോ, അതെല്ലാം പറഞ്ഞ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്തോ, ഇരുട്ടിൽ കിടക്കേണ്ടവരല്ല, മറിച്ച് നമ്മൾ വെളിച്ചത്തിലേക്ക് വരേണ്ടവരാണ്. കൊള്ളാം. വെളിച്ചം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പാപത്തിൻ്റെ ഇരുട്ടിൽ കിടക്കേണ്ടവരല്ല, യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തിലേക്ക് വരേണ്ടവരാണ് നമ്മൾ. കൊള്ളാം, നല്ല ആശയം. ഇനി വേറെ എന്തെങ്കിലും? 2 ആശയം പറഞ്ഞു. എല്ലാവർക്കും പറയാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വെളിച്ചത്തെക്കുറിച്ചുള്ളൊരു കാര്യം പറയാം. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവസാനം നമ്മളെ എന്താ പറഞ്ഞേ? നമുക്ക് വിഷമം ഉണ്ടായാലും അത് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കൈയടി കൊടുത്തേ, നല്ല ഭംഗിയായിട്ട്. കൊള്ളാം, നല്ല രസമാണ്. നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഉണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. ഇനി കൊള്ളാം. എനി അതർ സജഷൻ പറഞ്ഞു? പറയാത്തവർ പറയാനാ പറഞ്ഞു. മെഴുകുതിരി ഇപ്പോൾ പോകുന്നില്ല. എനി സജഷൻ വേറെ എന്തെങ്കിലും? നിങ്ങൾ ആർക്കും ഒന്നും വരുന്നില്ല, പുതിയ ആശയങ്ങളൊന്നും വരുന്നില്ല, ഒന്നും പറയുന്നില്ല. വെളിച്ചത്തെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ സാറ് പറഞ്ഞു വെളിച്ചം എന്തുവാ, ഇരുട്ടകറ്റുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറയാം. ആരും ഒന്നും പറയുന്നില്ല. സീനിയേഴ്സ്, മരണം വരെ പോരാടും. അത് കൊള്ളാം, സൂപ്പറാണ്. മരണം വരെ പോരാടും എന്ന് പറഞ്ഞാൽ
ഞാൻ മരിക്കുന്നിടം വരെയും വെളിച്ചമായി തന്നെ വെളിച്ചം കൊടുക്കും എന്നാണ് അർത്ഥം. ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തത്തില്ല. ടിൽ ദ എൻഡ് ഓഫ് മൈ ലൈഫ് ഞാൻ വെളിച്ചമായിട്ട് തന്നെ ഇരിക്കും. കൊള്ളാം, നല്ല ആശയമാണ്. ഇനി അതർ സജഷൻ എന്താ പറഞ്ഞു? നന്മ, അത് പറഞ്ഞു, നന്മയാ കൊടുക്കുന്ന വെളിച്ചം. വേറെ എന്തെങ്കിലും മോനെ പുതിയ ആശയങ്ങൾ നിങ്ങൾക്കൊന്നും വരുന്നില്ലേ? ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. ഒരു ക്യാമ്പിൽ നിന്നപ്പോൾ ഒരു ആശയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ലൈറ്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ് കോൺസ്റ്റന്റ് ബേണിംഗ്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി കത്തലിൽ നിന്നും പുറത്തു വരുന്നതാണ് വെളിച്ചം എന്ന്. സൂര്യൻ കത്തുന്നതുകൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അമ്മ കത്തുന്നതുകൊണ്ടാണ് നമുക്ക് എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ സ്വയം ഉരുകലിൽ നിന്ന്, സ്ഥിരമായ ഒരു എരിച്ചിലിൽ നിന്നും പുറത്തു വരുന്നതാണ് വെളിച്ചം. അങ്ങനെ എരിയാൻ തയ്യാറാവാൻ കർത്താവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവിൻ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോണം, കാരണം യേശു പറയുന്നു, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, കാരണം കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ നടത്തുവാൻ കർത്താവെ പ്രിയ സ്ഥാനങ്ങൾ കൂടുതൽ എന്തെന്ന അവസ്ഥ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ പ്രകാരമായിരിക്കണം കർത്താവെ. സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം നിങ്ങൾ കൽപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ സമൂഹത്തിലായിരിക്കുമ്പോൾ കർത്താവെ വെളിച്ചമുള്ള മക്കളായി ശോഭിപ്പാൻ കർത്താവെ നമുക്ക് ഇടയാക്കണമേ. കൽപ്പിച്ച നല്ല ധ്യാനത്തിനായി സ്തുതിക്കുന്നു കർത്താവ്. നേതനായി സ്തോത്രം കർത്താവെ. ഇത് കടന്ന എല്ലാ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ദൈവമേ സമൂഹത്തിലായിരിക്കുമ്പോൾ ദൈവം അന്ധകാരത്തിൽ നിന്ന് മാറി, ദൈവം പൈശാചികപ്പെടുത്തുന്ന മാറി കർത്താവെ വെളിച്ചത്തിൻ്റെ മക്കളെ തിരുവനന്തപുരം, യേശുവിൻ്റെ മക്കളെ തിരുവനന്തപുരം കർത്താവ് ഒരുക്കണേ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് ആ ദിവസമാണ് കർത്താവെ എല്ലാവരും മക്കളോട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല ആലോചനയ്ക്കായി സ്തോത്രം കർത്താവെ. ദൈവയുടെ അനുസാരനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏറ്റെടുത്ത ദൗത്യം കർത്താവെ ഭംഗിയായി ദൈവയുടെ മക്കളോട് ഒരുക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളോട് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ദൈവം എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. അനുഗ്രഹിക്കണമേ. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ദൈവം അവിടെ സാന്നിധ്യം നിറയ്ക്കണം. ഇനി കൂടുന്നവരെയും കർത്താവെ അവിടുത്തെ ചിറകിൽ സൂക്ഷിക്കണമേ. കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ അനുഗ്രഹിക്കും. മാനമോത്തും കരങ്ങൾ തരുന്നു. യേശുനാമത്തിൽ താഴ്മയാകുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ സമാധാനം, നന്മ, അനുഗ്രഹങ്ങളായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേലെ ഞാൻ ക്ലാസ് നേതൃത്വം കൊടുത്ത മകൻ്റെ മേൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലെ ഇന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു. വിളക്കൊക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ റിട്രീറ്റിൽ ആദ്യ അവസാനം സംബന്ധിച്ച എല്ലാവരുടെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂടാതെ മാതാപിതാക്കൾ, സൺഡേ സ്കൂളിൻ്റെ അധ്യാപകരൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് ഇന്ന് ഇരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലുള്ള പ്രത്യേക സന്തോഷം. നമുക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു എങ്കിലും പ്രിയപ്പെട്ട സാർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. നമുക്ക് സാറിന് നല്ലൊരു കൈയ്യടി കൊടുത്തിട്ട് പോവാം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച് അനിൽ സാർ. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം ഒത്തിരി ആയതുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഭവനങ്ങളിലേക്ക് പോയി ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണ്.